അപ്പോൾ 2 ദിവസം മുന്നേ നമ്മുടെ ഒ പിയിലൊരു 70-year-old ജെൻറ്റിൽമാൻ വരാനുണ്ടായി. ഒരു സിംറ്റംസ് ഒന്നുമില്ല, ഒരൊറ്റ എപ്പിസോഡ് ബ്ലീഡിങ്, അമലതാരത്തിൽ കൂടി ബ്ലഡ് 2 ഡ്രോപ്പ് പോയി. വേറെ ഒരു സിംറ്റംസും പറയുന്നില്ല. പേഷ്യൻറ്റ് വലിയ കൺസേൺഡ് അല്ല. പേഷ്യൻറ്റിൻ്റെ ഡോക്ടർ ഒന്ന് കൂട്ടിക്കൊണ്ട് വന്നു, പറയുന്നു ഒന്നും പറയില്ല, നമ്മുടെ അടുത്തൊന്നും പറയില്ല എന്ന് പറഞ്ഞൊന്നും കാണിക്കാൻ വേണ്ടി വന്നു. അപ്പം നമ്മൾ വേറെ ഹിസ്റ്ററി ഒന്നും കാണുന്നില്ല. പിന്നെ നമ്മൾ അങ്ങോട്ട് ചോദ്യം കൂടുതൽ ചോദിക്കുമ്പോൾ മനസ്സിലാവുന്നു പുള്ളിയുടെ ഒരു വെയിറ്റ് ലോസ് ആയിട്ടുണ്ട്, അപ്പറ്റൈറ്റ്, ഭക്ഷണം, വിശപ്പില്ലായ്മ ഇതൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ വേറെ ഒരു സിംറ്റംസും ഇല്ല. ആദ്യമായിട്ട് ബ്ലഡ് പോയിരിക്കുന്നു. ഞാൻ നേരിട്ട് ഡയറക്റ്റ്ലി കൊളോണോസ്കോപ്പി പറഞ്ഞു. ഇനിഷ്യലി വില്ലിങ് അല്ലായിരുന്നു. ബൈസ്റ്റാൻഡർ കൂടെ മകള് ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ട് ചെയ്ത് നോക്കുമ്പോൾ അതൊരു റെക്ടൽ ക്യാൻസറാണ്. ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ അത് പൈൽസിനാണെന്ന് പറയുകയും അതിന് വേണ്ട ടെസ്റ്റുകൾ ചെയ്യാതിരിക്കാനുള്ള പ്രവണത വളരെ കൂടുതലാണ്. ചെറിയ ചെറിയ ഒറ്റമൂലി മരുന്നുകളൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ടാവും. പൈൽസ് ആയാലും എന്ത് ബ്ലഡ് ആയാലും മലത്തോടെ ബ്ലഡ് വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമുള്ളതാവാൻ സാധ്യതയുണ്ട്. അത് റൂൾ ഔട്ട് ചെയ്യാണ്ട് വേറെ നിവൃത്തിയില്ല. അതിപ്പം 75 ആയില്ലെങ്കിലും ഏത് ഏജ് ഗ്രൂപ്പിലായാലും. അതെ, അമേരിക്കൻ ഗൈഡ് ലൈൻസ് പ്രകാരം 45 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും കൊളോണോസ്കോപ്പി ചെയ്യണമെന്നാണ്. 10 വർഷത്തിലൊരിക്കൽ കൊളോണോസ്കോപ്പി ചെയ്യണം. ഒരു പ്രാവശ്യം കൊളോണോസ്കോപ്പി കഴിഞ്ഞാൽ 10 years പ്രൊട്ടക്ഷനാണ് അവർ പറയുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ അന്ന് നമ്മുടെ US പ്രസിഡൻറ്റ് കൊളോണോസ്കോപ്പി ചെയ്ത സമയത്താണ്, 1.5 മണിക്കൂർ സെഡേഷനായ സമയത്താണ് കമല ഹാരിസ് US പ്രസിഡന്റ് ആയത്. 1.5 മണിക്കൂർ സമയത്തേക്ക് കമല ഹാരിസ് US പ്രസിഡന്റായി. അത് കാരണം എന്താ, ബൈഡൻ അന്നേരം കൊളോണോസ്കോപ്പി ചെയ്യാൻ സെഡേഷനിലായിരുന്നു. ഓക്കെ, അപ്പോൾ അത് അമേരിക്കയിലൊക്കെ അത് ഗൈഡ് ലൈൻസ് വ്യക്തമായി കറക്റ്റായിട്ട് അത് പാലിക്കപ്പെടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഇത് പാലിക്കപ്പെടാത്തതിൻ്റെ ഒരു റീസൺ, അവിടെ ഒന്നല്ലെങ്കിൽ ഗവൺമെന്റ് ആണ് കൊളോണോസ്കോപ്പി പ്രോഗ്രാം സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻഷുറൻസ് ആയിരിക്കും സപ്പോർട്ട് ചെയ്യുന്നു. ഇൻഷുറൻസ് സപ്പോർട്ട് ചെയ്യുന്നു. മാൻഡേറ്ററി ആയിട്ട് അവരത് ചെയ്തേ പറ്റുള്ളൂ. ഇവിടെ നമ്മള് ഇന്ത്യൻ സെറ്റിംഗിൽ കൊളോണോസ്കോപ്പി സ്ക്രീനിങ് അത്ര ഫീസിബിൾ അല്ല. അപ്പൊ ഹൈ റിസ്ക് പേഷ്യൻസിനെ കണ്ടെത്തുക. ഹൈ റിസ്ക് പേഷ്യൻസ് എങ്ങനെയാന്ന് വെച്ചാൽ അത് ഓരോ റിസ്ക് ഫാക്ടർ നമ്മൾ നോക്കണം. ഒന്ന് ഏജ് ഗ്രൂപ്പ്, അഡ്വാൻസ് സ്റ്റേജ്, സിംപ്റ്റംസ് ഉണ്ടെങ്കിൽ നോക്കണം. ഫാമിലി ഹിസ്റ്ററി എന്ന് വെച്ചാൽ കോളൻ ക്യാൻസർ, ഓട്ടോസോമൽ ഡോമിനന്റ് എന്ന് പറയുന്ന എല്ലാ ജനറേഷനിലും വരുന്ന ഒരു 20% കോളൻ ക്യാൻസർ. അപ്പോൾ അങ്ങനെ ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക് നമ്മൾ സ്ക്രീൻ ചെയ്യണം. അത് ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അച്ഛനോ അമ്മയ്ക്കോ കോളൻ ക്യാൻസർ വരികയാണെങ്കിൽ 10 വർഷത്തിന് മുൻപ് സ്കാൻ ചെയ്യും. ഫോർ എക്സാമ്പിൾ, അച്ഛന് 60ാമത്തെ വയസ്സിലാണ് കോളൻ ക്യാൻസർ വന്നെങ്കിൽ 50ാമത്തെ വയസ്സിലാണ് മക്കള് സ്ക്രീനിങ് ചെയ്തു തുടങ്ങേണ്ടത്. അങ്ങനെ പിന്നെ ഹൈ റിസ്ക് വേറെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ, ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് ഉള്ള ആൾക്കാർ, ഇൻഫ്ലമേറ്ററി ബൗൾ, അൾസറേറ്റീവ് കോളൈറ്റിസ് എന്ന് പറഞ്ഞാൽ അൾസർ ഉണ്ടാക്കുന്ന ഒരു രോഗമുണ്ട് കുടലിൽ, അൾസറേറ്റീവ് കോളൈറ്റിസ്. അതും റിസ്ക് ഫാക്ടറാണ് കോളൻ ക്യാൻസർ. പിന്നെ ഇപ്പം റിസ്ക് ഫാക്ടർ, ഇപ്പം എല്ലാവർക്കും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ റിസ്ക് ഫാക്ടേഴ്സ് ഇല്ലാത്തവർക്കും വരുന്നുണ്ട്. ഹൈ റിസ്ക് പേഷ്യൻസിനെ ഐഡന്റിഫൈ ചെയ്യാം. സ്ക്രീനിങ്, പിന്നെ മാസ് സ്ക്രീനിങ് നമ്മൾ ഫീസിബിൾ അല്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഏജ് ഗ്രൂപ്പ് വെച്ച് ഈ ഒരു അഡ്വാൻസ് സ്റ്റേജ്, ഈ മോർ ദാൻ ഈ ഏജ് ആണെങ്കിൽ സ്ക്രീനിങ് വൺ ടൈം സ്ക്രീനിങ് എങ്കിലും നമ്മൾ അഡ്വൈസ് ചെയ്യണം. ഇത് കോളൻ ക്യാൻസറിന് ബാധകം. പിന്നെ മറ്റേ വേറെന്തൊക്കെയായിരിക്കും, അപ്പം സ്മോക്കിംഗ്, റെഡ് മീറ്റ്, സ്മോക്ഡ് ഫുഡ്, ഈ ചാർക്കോള് ഇതൊക്കെ വെച്ച് കഴിക്കുന്ന അതൊക്കെ റിസ്ക് ഫാക്ടറാണ്. പിന്നെ നോൺ വെജ് കൂടുതൽ കേരളത്തില് എല്ലാ നോൺ വെജ് കഴിച്ചാൽ തന്നെ ക്യാൻസർ വരുന്നുണ്ട്. അങ്ങനെയല്ല, നോൺ വെജ് കഴിക്കുന്നില്ല. റെഡ് മീറ്റ്, അതിനകത്ത് ഈ സ്മോക്ഡ്, ഇതിൽ നൈട്രോസമീൻസ് എന്ന് പറയും, ഇതെല്ലാം ഫ്രീ റാഡിക്കൽ എന്ന് പറയും. ഇതൊക്കെ ക്യാൻസർ ഉണ്ടാവാൻ സാധ്യത വർദ്ധിപ്പിക്കുന്ന കെമിക്കൽസ് ആണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഡയറ്റ് മോഡിഫിക്കേഷനും അതിൻ്റെ ഉള്ള എഡ്യൂക്കേഷനും പേഷ്യൻ്റ് എഡ്യൂക്കേഷനൊക്കെ ഇത് അത്യാവശ്യമാണ്. ഇതൊക്കെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ പേഷ്യൻ്റ് എഡ്യൂക്കേഷനും നമ്മൾ ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത തലമുറയ്ക്കെങ്കിലും അത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഉള്ളത് അടുത്ത ജനറേഷനുള്ള ആൾക്കാർ അവയർനെസ് കൂടി അവർ തന്നെ സ്വയം സ്ക്രീനിങ്. അപ്പോൾ എന്തൊക്കെയായിരിക്കും നമ്മുടെ ഒരു റിസ്ക് റിഡക്ഷൻ വെച്ചാൽ, അങ്ങനെ ഒരു ഡയറ്റ് മോഡിഫിക്കേഷനോ അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും റിഡ്യൂസ് ചെയ്യുക? ഹെൽത്തി ഫുഡ്, ബാലൻസ്ഡ് ഡയറ്റ്, സ്മോക്കിംഗ്, ആൽക്കഹോൾ ഒഴിവാക്കുക. സ്മോക്കിംഗ് കംപ്ലീറ്റ്ലി ഇത് ആൽക്കഹോൾ ഇൻ മോഡറേഷൻ, ആൽക്കഹോൾ ഒഴിവാക്കുക. പിന്നെ ഫുഡ് ഹാബിറ്റ്സ്, ബാലൻസ്ഡ് ഡയറ്റ് എടുക്കണം. ബാലൻസ്ഡ് ഡയറ്റ് നമ്മളിപ്പോൾ എല്ലാ ഫൈബർ ഡയറ്റ് ആണ് അല്ലേ? നമ്മളിപ്പോൾ ഒരു മെജോറിറ്റി GI ക്യാൻസറിന്റെ ഒരു റിസ്ക് ഫാക്ടേഴ്സ് നോക്കുകയോ അല്ലെങ്കിൽ അതിന്റെ പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ഡയറ്റ് റിച്ച് ഇൻ ഫൈബറും ഡയറ്റ് റിച്ച് ഇൻ ഫ്രൂട്ട്സ് ഓർ വെജിറ്റബിൾസ് കഴിക്കുകയാണെങ്കിൽ ഐദർ ഇത് പ്രൊട്ടക്റ്റീവ് ഫോർ ക്യാൻസർ ആയിരിക്കും, അല്ലെങ്കിൽ അത് ഈ ഡയറ്റ് കഴിക്കുന്ന ആൾക്ക് ലോ റിസ്ക് ഓഫ് ക്യാൻസർ ആയിരിക്കും. അത് മെജോറിറ്റി ഏത് GI ക്യാൻസറും, അതിപ്പോൾ അന്നനാളത്തിൻ്റെ ക്യാൻസർ ആയിരിക്കും, സ്റ്റൊമക്കിൻ്റെ ക്യാൻസർ ആയിരിക്കും, കോളൻ ക്യാൻസർ ആയിരിക്കും. ഇതിനൊക്കെ ഫൈബർ റിച്ച് ഡയറ്റും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ പ്രിഡോമിനൻറ്റ് കണ്ടൻ്റ് ആയിട്ടുള്ള ഡയറ്റും എല്ലാം അതിൽ പ്രൊട്ടക്റ്റീവ് ആണ്. അല്ലെങ്കിൽ ഈ ഡയറ്റ് കഴിക്കുന്ന ആൾക്കാർക്ക് റിസ്ക് ഫോർ ക്യാൻസർ, ഹെൽത്തി ഫുഡ്, പോഷകാഹാരം, റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻസ്,
അല്ല ഇത് മനസ്സിലായി. ഇപ്പം നമ്മളിപ്പം മാർക്കറ്റിൽ പോയിട്ട് ഫ്രൂട്ട്സ് മേടിച്ചു, അപ്പം അതൊക്കെ അതിൽ തന്നെ നമ്മൾ പറയുന്ന വിഷമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. റോ മെറ്റീരിയലിൽ നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെ കൊണ്ട് പറ്റുന്നത് കഴിക്കുന്ന ഫുഡ് ഹെൽത്തി ആയിരിക്കുക. മാക്സിമം സപ്ലിമെന്റ്സ് ഒക്കെ വല്ലതും എടുക്കാനായിട്ട് ഫുഡ് സപ്ലിമെന്റ്സ് എന്ന് പറയുന്നത് ആന്റി ഓക്സിഡന്റ് എടുക്കാം. അത് നാച്ചുറൽ ഫ്രൂട്ട്സിൽ തന്നെയുള്ള ആന്റി ഓക്സിഡന്റ് ഏറ്റവും ബെസ്റ്റ് ആണ്. അത് 2 omega-3 ഫാറ്റി ആസിഡ്സ്, ഇതെല്ലാം നാച്ചുറൽ ആന്റി ഓക്സിഡൻസ്, അത് എടുക്കാം. പക്ഷെ എല്ലാവർക്കും അത് എല്ലാം നമ്മളെ സമയത്ത് നമ്മൾ എടുക്കണമെന്ന് അഡ്വൈസ് ചെയ്യാനും പറ്റില്ല. എനിക്ക് തോന്നുന്ന ഒരു നല്ല ഹെൽത്തി ഡയറ്റ്, ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുമ്പോൾ തന്നെ അതിനകത്ത് നമുക്ക് അത്യാവശ്യം ആന്റി ഓക്സിഡൻസ് കണ്ടന്റുള്ള ഫുഡ് നമ്മൾ കഴിക്കുന്നുണ്ടായിരിക്കുന്നത് ഞാൻ റെഗുലർ എക്സസൈസ് അല്ലെ, മറ്റേ ബോഡി എക്സസൈസ്, വെയിറ്റ് റിഡക്ഷൻ, ഒബിസിറ്റി വൺ ഓഫ് ദ റിസ്ക് ഫാക്ടർ ആണ്. പിന്നെ ഡയബറ്റീസ് കോളൻ ക്യാൻസറിന് റിസ്ക് ഫാക്ടറാണ്, പാൻക്രിയാസ് ക്യാൻസറിന് റിസ്ക് ഫാക്ടറാണ്. അപ്പോൾ ഇപ്പോൾ ഡോക്ടർ നൗഫൽ പറഞ്ഞ പോലെ ഈ കോളൻ ക്യാൻസറിനൊക്കെ മാസ് സ്ക്രീനിങ് നമുക്ക് പോസിബിൾ അല്ലെങ്കിൽ ഹൈ റിസ്ക് ഗ്രൂപ്പിനെ ഐഡന്റിഫൈ ചെയ്ത് നമ്മുടെ ഒപിയിലേക്ക് വരുന്ന പേഷ്യൻസ് ഹൈ റിസ്ക് ഗ്രൂപ്പ്, ഹൈ റിസ്ക് പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് വി ഹാവ് ടു മോഡിഫൈ ദ ട്രീറ്റ്മെൻറ്റ്. എന്ന് കണ്ട ഉടനെ എല്ലാവർക്കും കൊളോണോസ്കോപ്പി പറയാൻ പറ്റില്ല. പക്ഷേ മോർ ദാൻ 60 years ഒരു സിംറ്റം വരികയാണെങ്കിൽ നമ്മൾ പറയാനുള്ളത് പറയണം. കൊളോണോസ്കോപ്പി മാൻഡേറ്ററി ആണ്, ചെയ്യണം എന്നുള്ള കാര്യം പറയണം. പിന്നെ നമ്മുടെ കടമ അത് പറയണം. ഇപ്പോൾ എല്ലാ പേഷ്യൻറ്റും ഡോക്ടർ കൊളോണോസ്കോപ്പി പറയുന്നു അങ്ങനെയല്ല. അപ്പോൾ അത് അങ്ങനെ ചോദിക്കുമ്പോൾ അവർ പറയണം ഈ റിസ്ക് പേഷ്യൻറ്റ് മോർ ദാൻ ഇയേഴ്സ് കൊളോണോസ്കോപ്പി മാൻഡേറ്ററി ആണ്, ഒരിക്കലെങ്കിലും ഇങ്ങനത്തെ സിംറ്റംസ് ഉണ്ടെങ്കിൽ ചെയ്യണം. എനിക്ക് തോന്നുന്നു കൊളോണോസ്കോപ്പി പേടിച്ചിട്ടാന്ന് തോന്നുന്നു ആൾക്കാർ പലപ്പോഴും ചെയ്യാനൊരു വിഷമം കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ 80% അല്ലെങ്കിൽ 90% ഹോസ്പിറ്റലിൽ കൊളോണോസ്കോപ്പി ചെയ്യുന്നത് സെഡേഷനിലാണ്. അതൊരു മിത്തുണ്ട്. ഒന്ന് ഒരു ഫാറ്റ്സ് നമ്മൾ കൊളോണോസ്കോപ്പി ചെയ്യാൻ ഒരു മടി. എത്ര നേരം എടുക്കും കൊളോണോസ്കോപ്പി ചെയ്യാൻ? 20 minutes. ഒരു 15 to 20 minutes കൊളോണോസ്കോപ്പി നമുക്ക് രാവിലെ വന്ന് എനിക്ക് തോന്നുന്നു ഒരു ഹോസ്പിറ്റലും കൊളോണോസ്കോപ്പി ചെയ്യാൻ വേണ്ടി ആരും അഡ്മിറ്റ് ആക്കുന്നുണ്ടാവില്ല. കാരണം ഇത് പ്രിപ്പറേഷൻ ഒന്നല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വന്ന് എടുക്കുകയോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ പ്രിപ്പറേഷൻ യൂഷ്വലി സ്പ്ലിറ്റ് റെജിമെൻ എന്ന് പറയും. അത് ചെയ്യുന്നതിൻ്റെ തലേദിവസം 6 മണിയാകുമ്പോൾ ഒരു ബോട്ടിൽ പ്രിപ്പറേഷൻ ഉണ്ട്, കൊളോണോസ്കോപ്പിയുള്ള പ്രിപ്പറേഷൻ ഉണ്ട്. അതൊരു ബോട്ടിൽ ഒരു മരുന്നും അതിൻ്റെ കൂടെ വെള്ളം മിക്സ് ചെയ്ത് കുടിക്കുക. ചെയ്യുന്നതെന്ന് രാവിലെ 6 മണിക്ക് ഒരു സെക്കൻഡ് ബോട്ടിൽ കൂടി കുടിക്കുക. അങ്ങനെ യൂഷ്വലി ഒരു 10 മണിയാകുമ്പോഴത്തേനും നമുക്കൊരു കൊളോണോസ്കോപ്പി ചെയ്യാൻ പറ്റും. യൂഷ്വലി വയറൊക്കെ ഫുള്ള് ക്ലീൻ ആയിട്ട് നമ്മുടെ കുടൽ കാണുമ്പോൾ ക്ലിയർ ആയിരിക്കണം. സോ ഫ്രീ ഓഫ് ഫീസിസ്, അതാണ് അതിൻ്റെ ഐഡിയ. അപ്പോൾ കോളൻ ഫ്ലഷ് ആയി കഴിഞ്ഞ് നീറ്റായി കഴിയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. ചെയ്യുന്നത് കംപ്ലീറ്റ്ലി സെഡേഷനിലാണ്. ഇറ്റ് ഈസ് എ പെയിൻലെസ് പ്രൊസീജിയർ. അത് മനസ്സിലാക്കണം. ഈ പെയിൻ ഒന്നാമത്തത് കൊളോണോസ്കോപ്പി മലദ്വാരത്തിൽ കൂടി നമ്മളൊരു ട്യൂബ് ഇടുന്നു, അതൊരു അവേർഷൻ ഫീലിംഗ് ആണ്. പക്ഷേ അത് സെഡേഷനിൽ ചെയ്യുമ്പോൾ നമുക്കൊന്നും അറിയില്ല. അത് ഒത്തിരി പേർക്ക് അറിയില്ല പെയിൻഫുൾ ആണോ. ഇത് പണ്ട് ചെയ്തിട്ടുണ്ടാവും. ഇപ്പം മോസ്റ്റ്ലി എല്ലാവരും ഓൾമോസ്റ്റ് 80-90% എല്ലാവരും സെഡേഷനിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാർക്ക് 2 മെയിൻ അവരുടെ പേടി എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ പേടി ഇത് ചെയ്യുമ്പോൾ പേടി ഉണ്ടാവും, വേദന ഉണ്ടാകുന്നു. രണ്ടാമത്തെ പേടി ഇത് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസർ കണ്ടുപിടിക്കുമോ എന്നാണ് രണ്ടാമത്തെ പേടി. അപ്പോൾ എപ്പോഴും ക്യാൻസർ ഉണ്ടായിക്കോണമെന്നില്ല. സെക്കൻഡ് തിങ്, ക്യാൻസർ എപ്പോഴും കണ്ടുപിടിക്കുന്നത് ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കുന്നതാണ് എപ്പോഴും ട്രീറ്റ്മെൻറ്റ് നല്ലത് അല്ലേ. അപ്പോൾ പേടിച്ച് ചെയ്യാതിരിക്കും. ചില ക്യാൻസർ ആണെങ്കിൽ ഇപ്പോൾ സ്കോപ്പി വഴി ജസ്റ്റ് ഒരു ഇപ്പോൾ പോളിപ്പ് പോലത്തെ ചെറിയ തുടക്കത്തിലൊക്കെ ആണെങ്കിൽ എൻഡോസ്കോപ്പിയിൽ എടുത്ത് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഏർലി ഗാസ്ട്രിക് ക്യാൻസർ, ഏർലി കൊളോണിക് ക്യാൻസർ ആണെങ്കിൽ എൻഡോസ്കോപ്പിക്കലി തന്നെ നമുക്കത് EMR എൻഡോസ്കോപ്പി മ്യൂക്കോസൽ റിസെക്ഷൻ എന്ന് പറയും. പിന്നെ കുറച്ച് ലെയറിൽ താഴെ കുറച്ചും കൂടി പോയിട്ടുണ്ടെങ്കിൽ എൻഡോസ്കോപ്പി സബ് മ്യൂക്കോസൽ റിസെക്ഷൻ. ആ ട്യൂമർ കംപ്ലീറ്റ്ലി നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ വേറെ ഒന്നും ആവശ്യമില്ല. എടുത്തിട്ട് ബയോപ്സി, മാർജിൻ ബയോപ്സി എടുത്തു കഴിഞ്ഞാൽ ഇഫ് ഇറ്റ് ഇസ് ക്ലിയർ ഫോളോ അപ്പ് മാത്രം മതി. പക്ഷെ എല്ലാ പേഷ്യൻസിനും നമ്മൾ ഇത് പറയുമ്പോൾ അവർക്കൊരു പേടി എന്ന് വെച്ചാൽ കൊളോണോസ്കോപ്പി ചെയ്താൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. ഒന്നുമില്ല. മലദ്വാരത്തിൽ കൂടി നമ്മൾ ആ കുടലിലേക്ക് ഒരു ട്യൂബ് ഇട്ട് ക്യാമറ ഇട്ട് നോക്കുന്നു. വി ആർ നോട്ട് ഡൂയിങ് ഇറ്റ്. ഇപ്പോൾ എത്ര പ്രാവശ്യം ചെയ്താലും ഒരു കുഴപ്പം വരാൻ പോകുന്നില്ല. നമ്മളിപ്പോൾ അതേപോലെ എൻഡോസ്കോപ്പി ചെയ്താൽ എന്തെങ്കിലും പ്രശ്നം വരുമോ? നമ്മൾ ദിവസം കഴിക്കുമ്പോൾ അന്നനാളത്തിൽ കൂടി ഫുഡ് പോകുന്നില്ല. അതുപോലെ 100 പ്രാവശ്യം ട്യൂബ് ഇട്ട് നോക്കിയാലും നമ്മൾ ജസ്റ്റ് ഒരു ട്യൂബ് ഇട്ട് വാട്ട് വി ആർ ഡൂയിങ് ഒരു ക്യാമറ ഇട്ട് നോക്കുന്നു. അതുകൊണ്ട് ഒരു കുഴപ്പം വരില്ല. അത് ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഈ കൊളോണോസ്കോപ്പി സ്ക്രീനിങ്ങിൻ്റെ ഒരു കൺസെപ്റ്റിന് വരാൻ കാരണം ഈ അഡിനോമ കാർസിനോമ സീക്വൻസ്, അതായത് പോളിപ്പാണ് വലുതാവുകയും പോളിപ്പ് അത് ക്യാൻസറായി മാറുകയും. അപ്പോൾ കൊളോണോസ്കോപ്പി ചെയ്യുന്നതിൻ്റെ റിലവൻസ് അത് തന്നെയാണ്. പോളിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് പോളിപെക്ടമി ചെയ്ത് ആ റിസ്ക് നമുക്ക് മാറ്റാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, ഈവൻ ഇപ്പോഴത്തെ പുതിയ ടെക്നിക്ക് വഴി എൻഡോസ്കോപ്പിക് സബ്മ്യൂക്കോസൽ ഡിസെക്ഷനും EMR വഴി ഈവൻ ഏർലി സ്റ്റേജ് ഓഫ് ക്യാൻസർ നമുക്ക് ഈവൻ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ഇല്ലാണ്ട് തന്നെ എൻഡോസ്കോപ്പിക്കലി നമുക്കത് ട്രീറ്റ് ചെയ്യാൻ പറ്റും, എടുത്തു കളയാൻ പറ്റും ആ ട്യൂമർ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ബ്ലഡ് കാണലൊരു കാര്യം. അപ്പം അതല്ലാണ്ട് ഇപ്പം മോഷൻ
ബവൽ ഹാബിറ്റ്സിന് കോൺസ്റ്റിപ്പേഷൻ ന്യൂ ഓൺസെറ്റ് കോൺസ്റ്റിപ്പേഷൻ, അതായത് കോൺസ്റ്റിപ്പേഷൻ വരികയും അതിന്റെ കൂടെ തന്നെ പുള്ളിക്ക് അല്ല കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും ഡെയിലി പോവാത്തതാണ്. മലബന്ധം അല്ല, ദിവസം പോകുന്ന രീതിയിൽ ഓൾട്ടറേഷൻ വരും. അത് ചിലപ്പോൾ പെട്ടെന്ന് അവർക്ക് ഒരു മലബന്ധം ഉണ്ടാവും, എപ്പോഴും പോകുന്ന പോലെ ആയിരിക്കില്ല പോവുക. അപ്പോൾ ആ ദ്വാരം ചുരുങ്ങുന്നതുകൊണ്ടാണ് ഇത് വരുന്നത്. അത് മാത്രമല്ല, പല റീസൺസ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഇങ്ങനെ കോൺസ്റ്റിപ്പേഷനുള്ള റീസൺസ് കണ്ടെത്തണം. പിന്നെ ഇങ്ങനെ പേഷ്യൻസ് പ്രസന്റ് ചെയ്യുന്നത് ഇങ്ങനെ ഒന്നായിരിക്കും, പിന്നെ പെട്ടെന്ന് ഒരു സിംറ്റംസും ഇല്ലാതെ ട്യൂമർ കംപ്ലീറ്റ്ലി പോയി ആ കുടൽ അടയ്ക്കും. അങ്ങനെ ആകുമ്പോൾ ഒബ്സ്ട്രക്ഷനിൽ വരും, ഒട്ടും മോഷൻ പോകാണ്ട്, അതൊരു സർജിക്കൽ എമർജൻസി ആയിട്ട് വരികയാണെങ്കിൽ അവർക്ക് വയറുവേദന, ഛർദി, ഇതായിരിക്കും, വയറ് വീർത്തിരിക്കുക, ഇതൊക്കെയാണ് അവരുടെ സിംറ്റം. മലബന്ധം വരുന്ന ആൾക്കാർക്ക്, മലബന്ധം കുറേ ആൾക്കാർക്ക് ഉണ്ടാവും, ഒരു ഏജ് കഴിയുമ്പോൾ മലബന്ധം കുറേ ആൾക്കാർക്ക് ഉണ്ടാവും. പക്ഷേ ഈ മലബന്ധത്തിൻ്റെ കൂടെ വെയിറ്റ് കുറയുക, വിശപ്പില്ലായ്മ വരിക, അതിൻ്റെ കൂടെ രക്തക്കുറവ് കാണുക, ഇതൊക്കെയാണ് നമ്മൾ ചിലപ്പോൾ ചിലരുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പം ഇതൊക്കെ അലാം സിംറ്റംസ് ആയിട്ട് നമ്മൾ കണക്കാക്കും. പ്രത്യേകിച്ച് ആണുങ്ങളിൽ രക്തക്കുറവ് കാണുകയാണെങ്കിൽ, സാധാരണ സ്ത്രീകൾക്ക് രക്തക്കുറവ് മെൻസസിന്റെ ഭാഗമായിട്ട് കുറയാന്നൊക്കെ ആയിരുന്നു. പക്ഷേ ആണുങ്ങളിൽ രക്തക്കുറവ് കാണുകയാണെങ്കിൽ വി ഹാവ് ടു ബി വെരി കെയർഫുൾ. ഈ പ്രത്യേകിച്ച് അവർക്ക് ഈ പറഞ്ഞ പോലെ എന്നാ പറയുന്നത്, വിശപ്പ് കുറവ്, വിശപ്പില്ലായ്മ, വെയിറ്റ് കുറഞ്ഞു വരുന്നു, ഇതൊക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അവരൊക്കെ ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണ്. കുടല് നമ്മൾ താഴ്ന്നാണ് സ്റ്റാർട്ട് ചെയ്തല്ലേ, കുടല് കഴിഞ്ഞ് ഉള്ള ക്യാൻസർ, GI ക്യാൻസർ എന്ന് പറയുന്നത് ഒന്ന് GI ക്യാൻസർ എക്സ്ട്രാ ലൂമിനൽ ഉണ്ട്. ലൂമിനൽ എന്ന് പറയുമ്പോൾ അന്നനാളം വരും, ആമാശയം വരും, ചെറുകുടൽ, വൻകുടൽ വരും. എക്സ്ട്രാ ലൂമിനൽ ഉള്ളത് വരുന്നത് പാൻക്രിയാസ് വരും, ലിവർ വരും, ഗാൾ ബ്ലാഡർ, പിത്താശയം, ഇതിൽ വരുന്ന ക്യാൻസേഴ്സ് എല്ലാം എക്സ്ട്രാ ലൂമിനൽ ക്യാൻസേഴ്സ് ആണ്. അപ്പോൾ ഇതെല്ലാം GI ക്യാൻസേഴ്സിന് ഓരോന്നിനും ഓരോ പ്രസന്റിങ് പ്രൊഫൈലുണ്ട്, അതിനകത്തുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കോളൻ ക്യാൻസർ പറ്റി ഡിസ്കസ് ചെയ്യും. ക്യാൻസറാണ്. പിന്നെ ഏതായിരിക്കും കോമൺ? പിന്നെ നെക്സ്റ്റ് വരുന്നത് ലിവർ. മുകളിലോട്ട് കയറുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് സ്റ്റൊമക്ക് ആയിരിക്കും. ലിവർ. കേരളത്തിൽ ലിവർ ക്യാൻസർ ആണ് പിന്നെ കൂടുതൽ ഉള്ളത് അല്ലേ? എൻ്റെ ക്ലിനിക്കിൽ വരെ ഇപ്പോൾ കുടല് കഴിഞ്ഞ പിന്നെ ലിവർ ക്യാൻസേഴ്സ് ആണ്. അതും എനിക്ക് തോന്നുന്നു കേരളത്തിൽ സിറോസിസ് ഉള്ള ആൾക്ക്, ലിവർ ക്യാൻസറിൻ്റെ ഒരു മെയിൻ റിസ്ക് ഫാക്ടർ ലിവർ സിറോസ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ മദ്യപാനിക്കുന്നവരുടെ എണ്ണം കൂടുതലായ കാരണം ലിവർ സിറോസ് കേരളത്തിൽ മദ്യപിച്ചാലാണ് സിറോസിസ് വരിക, അങ്ങനെയുണ്ടോ? അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് പ്രകാരം തന്നെ പറയുന്നത് മോർ ദാൻ 5 ഡ്രിങ്ക്സ് ഡെയിലി അല്ല, അതായത് മോർ ദാൻ 2 ഡ്രിങ്ക്സ് ആണ് ആണുങ്ങൾക്ക് വരുന്നത്, പെണ്ണുങ്ങൾക്ക് മോർ ദാൻ 1 ഡ്രിങ്കും. അങ്ങനെ ആഴ്ചയിൽ വെക്കുകയാണെങ്കിൽ അപ്പോൾ എത്ര 14 ഡ്രിങ്ക്സ് വരുവാണെങ്കിൽ റിസ്ക് ഫാക്ടറാണ്. അത് 5 വർഷത്തിന് തുടർച്ചയായി കഴിക്കുമ്പോഴാണ് റിസ്ക് ഫാക്ടർ എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് നമുക്ക് ഇത്രയും മദ്യം കഴിക്കാത്ത ആൾക്കാർക്ക് പോലും ലിവർ സിറോസിസ് നമ്മൾ മദ്യപാനം അല്ലാണ്ട് സിറോസിസ് വരുന്നുണ്ട്. മദ്യപാനം അല്ലാണ്ടും ഒബിസിറ്റി, നോൺ ആൽക്കഹോളിക് ഫാറ്റ് ലിവർ. അപ്പോൾ എനിക്ക് ഈ ഓൾറെഡി അണ്ടർലൈങ് വണ്ണമുള്ള ആൾക്കാർക്ക്, ഷുഗർ, പ്രഷർ, വണ്ണമുള്ള ആൾക്കാർക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ അത്രയും ക്വാണ്ടിറ്റി മദ്യം കഴിക്കണമെന്നില്ല. കാരണം അവർക്ക് ഓൾറെഡി ഫാറ്റ് ലിവർ ഒരു സിറോസിന് പ്രീഡിസ്പോസിങ് ആണ്, റിസ്ക് ഫാക്ടറാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് മദ്യം ഇത്രയും എമൗണ്ട് ഇത്രയും വർഷങ്ങൾ കഴിച്ചില്ലെങ്കിൽ പോലും അവർക്ക് ലിവർ ആൽക്കഹോൾ റിലേറ്റഡ് സിറോസിസിനെ കാട്ടി ഫാറ്റി ലിവർ പ്രോഗ്രസിംഗ് ടു സിറോസിസ് അത് ബൈപ്പാസ് ആവും. സാധാരണ ക്ലിനിക്കിൽ വരുന്ന ഇപ്പം വെറുതെ ഇപ്പം സ്ക്രീനിങ് അല്ലെങ്കിൽ ഹെൽത്ത് ചെക്കപ്പിന്റെ ഭാഗമായിട്ട് ചിലർക്ക് സ്കാൻ ചെയ്ത് വരുമ്പോൾ അതിനകത്ത് അൾട്രാസൗണ്ടിൽ ഒരു grade 1, grade 2 ഫാറ്റി ലിവർ എന്നൊക്കെ സാധാരണ വെറുതെ നടക്കുന്ന ആൾക്കാർക്ക് മിക്കവാറും പേർക്ക് ഉണ്ടാവും. ആക്ടിവിറ്റി ഇല്ല ഒന്ന്, പക്ഷേ ഇങ്ങനത്തെ ഉള്ള പേഷ്യൻസ് പ്രൊഫൈൽ നോക്കണം. ഡയബറ്റിക് ആണെങ്കിൽ വി ഹാവ് ടു ബി കോഷ്യസ്. ഡയബറ്റിക് ഉള്ള പേഷ്യൻസിന് 3-fold മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടാവും ഒന്ന് പെട്ടെന്ന്. അപ്പോൾ അത് നമ്മൾ എന്തായാലും ഡയറ്റ് മോഡിഫിക്കേഷനാണ്, ഡയറ്റ് ഹെൽത്തി ഡയറ്റ് എക്സസൈസ് ആണ് ഇതിന് പറയുന്നത്. grade 1, grade 2, grade 3. grade 3 കഴിഞ്ഞാൽ പിന്നെ സിറോസിസിലേക്ക് പോകും. grade 1, grade 2, grade 3 റിവേഴ്സിബിൾ ആണ്, അതിൽ മാറ്റി നോർമലാക്കി കൊണ്ടുവരാം. സിറോസിസ് ഇറിവേഴ്സിബിൾ ആണ്. സിറോസിസ് ആയി കഴിഞ്ഞാൽ ലിവർ ചുരുങ്ങി കഴിഞ്ഞു, പിന്നെ അത് കൺട്രോളിൽ വെക്കാം. അത് മോശമായി പോയി കഴിഞ്ഞാൽ അതിന് പിന്നെ ട്രാൻസ്പ്ലാന്റ് ആണ് അൾട്ടിമേറ്റ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഫാറ്റി ലിവറിനെ നമുക്ക് ബാക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റും, നോർമലാക്കി കൊണ്ടുവരാം വിത്ത് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. പിന്നെ ബാക്കിയുള്ള റിസ്ക് ഫാക്ടറൊക്കെ ഡയബറ്റിക് ആണെങ്കിൽ അത് ചികിത്സിക്കണം, കൺട്രോളിൽ വെക്കണം. കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യണം. പിന്നെ അങ്ങനെ പ്രഷർ ഉണ്ടെങ്കിൽ ഇതെല്ലാം ട്രീറ്റ് ചെയ്യുമ്പോൾ അത് പിന്നെ നമ്മൾ ഫൈബ്രോ സ്കാൻ എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്, അത് ഷോസ് ലിവറിൻ്റെ ചുരുക്കം എത്രയാണെന്നുള്ള കാര്യം അറിയും. അതിലെത്ര റിവേഴ്സൽ വന്നിട്ടുണ്ട് നമ്മൾ റെഗുലർ ഫോളോ അപ്പ് വെച്ച് നോക്കണം. പിന്നെ ആൽക്കഹോൾ അല്ലാണ്ട് എന്തൊക്കെയായിരിക്കും? മറ്റേ വൈറൽ ഇൻഫെക്ഷൻസ് അല്ലേ? കേരളത്തിൽ നോക്കുകയാണെങ്കിൽ മെയിൻ 4 കാരണങ്ങൾ: 1 മദ്യപാനം കൊണ്ടുള്ള ലിവർ സിറോസ്, 2 നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ, അതായത് ഫാറ്റ് ലിവർ കൂടിയിട്ട് ഷുഗർ, പ്രഷർ, പൊണ്ണത്തടിയുള്ള ആൾക്കാർക്ക് ലിവറിൽ ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യും. അങ്ങനെ ഫാറ്റ് ലിവർ കൂടി ഫൈബ്രോസ് വന്ന് സിറോസ് ആവുന്നതാണ് അടുത്ത കാരണം.
പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് കൊണ്ടുണ്ടാകുന്ന ലിവർ സിറോസ്, പിന്നെ ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് കൊണ്ടുണ്ടാകുന്ന ലിവർ സിറോസ്. ഇതാണ് ലിവർ സിറോസ് വരുന്ന മെയിൻ 4 കാരണങ്ങൾ. അപ്പോൾ സിറോസിസ് വന്നു കഴിഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും ക്യാൻസർ വന്നോളുന്നില്ല, മേ ബി അല്ലേ? കുറേ കൊല്ലങ്ങൾ സിറോസിസ് ഉള്ളവർ ഇവൻ നിങ്ങൾ ഫോളോ അപ്പിൽ വയ്ക്കുമ്പോഴും ഇടയ്ക്ക് സ്കാൻ ചെയ്ത് ലിവറിൽ വേറെ വല്ല തടിപ്പ്. നമ്മൾ എല്ലാ ലിവർ സിറോസുള്ള ആൾക്കാർക്കും ഗൈഡ് ലൈൻസ് പ്രകാരം എല്ലാ 6 മാസം കൂടുമ്പോൾ സ്കാൻ ചെയ്യണം. അപ്പോൾ പേഷ്യൻസ് വിചാരിക്കും 6 മാസം അല്ല, വെറുതെ ചെയ്യുന്നതിന് കൂടി 6 മാസം സ്കാൻ ചെയ്തിട്ട് ലിവർ സിറോസ് കുറഞ്ഞോ, സിറോസ് കുറഞ്ഞോ നോക്കാനല്ല നമ്മൾ സ്കാൻ ചെയ്തതിന്റെ ഉദ്ദേശം സിറോസ് കുറഞ്ഞോ എന്ന് അറിയാൻ വേണ്ടിയിട്ടല്ല. സിറോസ് കൊണ്ടുണ്ടാകുന്ന ക്യാൻസർ വരാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ സിറോസിന്റെ കോംപ്ലിക്കേഷൻ ആയ സൈറ്റിസ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ചിലർക്ക് പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബി അതുകൊണ്ട് വരുന്ന സിറോസിസ് ആണെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബി ഒരു കാർസിനോജൻ ആണ്. ഹെപ്പറ്റൈറ്റിസ് ബി വേണമെന്നില്ല, കാർസിനോജിക്, അതിനകത്തുള്ള ഒരു ആന്റിജൻ എക്സ് അത് കാർസിനോജനിക് ആണ്. അപ്പോൾ അത് ബൈപ്പാസ് ചെയ്ത് നേരെ ഹെപ്പറ്റോസെല്ലുലർ ക്യാൻസറിലേക്ക് വരും. സിറോസിസ് വരണമെന്നില്ല. ഹെപ്പറ്റൈറ്റിസ് സി സിറോസിസിലേക്ക് മാറിയിട്ട് പിന്നീട് ക്യാൻസറിലേക്ക് വരും. പക്ഷേ ഹെപ്പറ്റൈറ്റിസ് ബി അങ്ങനെയല്ല, നേരിട്ട് ഡയറക്റ്റായിട്ട് ക്യാൻസർ. ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ള ആൾക്കാർക്ക് സിറോസ് ഇല്ലാണ്ട് പോലും ക്യാൻസർ വരും. അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഏർലി ഇതിലാണെങ്കിൽ ലിവർ ട്രാൻസ്പ്ലാന്റ് ആണ് ബെറ്റർ ട്രീറ്റ്മെൻറ്റ്. പിന്നെ ഡിപ്പെൻസ് ചെറിയ ഇതിനിപ്പോൾ നമ്മൾ 3 സെന്റിമീറ്റർ ആണെങ്കിൽ അബ്ലേഷൻ, ഫ്രീക്വൻസി അബ്ലേഷൻ അല്ലെങ്കിൽ റേഡിയോ എംബോലൈസേഷൻ. അപ്പോൾ ഈ ഹെപ്പറ്റോസെല്ലുലർ ക്യാൻസർ ആണെങ്കിൽ ഇപ്പം മെഡിക്കൽ ഓങ്കോളജി സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അത് എങ്ങനെയൊക്കെയായിരിക്കും ട്രീറ്റ്മെന്റ് ഓപ്ഷൻ? മെയിൻ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒന്നെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക അല്ലെങ്കിൽ അബ്ലേറ്റ് ചെയ്യുക, അതാണ് ക്യൂറേറ്റീവ് ട്രീറ്റ്മെന്റ്സ്. അപ്പോൾ അതിന് എലിജിബിൾ ആവണത് ഈ തുടക്കത്തിൽ കണ്ടുപിടിക്കുന്ന ചെറിയ ട്യൂമേഴ്സ് ആണ്. അതാണ് ഈ സിറോസ് ഉള്ള ആൾക്കാർക്ക് എവറി 6 months അൾട്രാസൗണ്ട് ചെയ്യുന്ന ഉദ്ദേശം തന്നെ, ഏർലി ക്യാൻസർ ഡിറ്റക്ഷൻ അല്ലേ? അതെ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഉള്ളത് പിന്നെ സ്റ്റേജ് വ്യത്യാസപ്പെട്ടു. പിന്നെ നമ്മൾ ചില ടാർഗറ്റഡ് ഗുളികകളുണ്ട്, അല്ലെങ്കിൽ റേഡിയേഷൻ എടുക്കാം, ഇമ്മ്യൂണോതെറാപ്പി ഇഞ്ചക്ഷൻസ്, അതൊക്കെ പക്ഷേ ഒരു പാലിയേറ്റീവ് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് വരും. മെയിൻ ക്യൂറേറ്റീവ് ട്രീറ്റ്മെന്റ് റിസെക്ഷൻ, ട്രാൻസ്പ്ലാന്റ്, റിസെക്ഷൻ അല്ലെങ്കിൽ പിന്നെ അബ്ലേഷൻ അല്ലേ? അതെ. സിറോസ് ഉള്ള ആൾക്കാർക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ 2 ഗുണങ്ങളാണ്. ലിവർ ക്യാൻസർ, ക്യാൻസർ ഉണ്ട്, സിറോസും മാറും, ക്യാൻസർ. പക്ഷെ അത് എളുപ്പം എല്ലാവർക്കും. ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു കോസ്റ്റ് എത്ര വരും? കോസ്റ്റ് മാത്രമല്ല, ഒരാൾ ലിവർ കൊടുക്കാനും വേണ്ടേ, അത് ലിവർ മാച്ചിങ് ആവണം, ലിവർ കൊടുക്കാൻ വേണം, അതിന് സന്നദ്ധത വേണം. ഇപ്പോൾ കേരളത്തിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മദ്യപാനം കൊണ്ടുവന്ന സിറോസ് ആണ് ആണുങ്ങൾക്ക് വരുന്നെങ്കിൽ ഭാര്യമാർ ചിലപ്പോൾ ലിവർ കൊടുക്കണമെന്നില്ല. വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണെങ്കിൽ അവർ ചിലപ്പോൾ കൊടുക്കും. മദ്യമാണ് എൻ്റെ ഭർത്താവിന് കാരണമെങ്കിൽ ചിലപ്പോൾ പല ഭാര്യമാരും ചിലപ്പോൾ കൊടുക്കില്ല. അപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഏറ്റവും ബെസ്റ്റ് ചലഞ്ചസ് 1 കോസ്റ്റും, 2 ലിവർ കിട്ടുന്നതിൻ്റെ ഒരു വിഷമമാണ്. ലിവർ അല്ല, പിന്നെ അടുത്ത പിത്തസഞ്ചി അല്ലെ, ഗോൾ ബ്ലാഡർ, അതും നമ്മുടെ നാട്ടിലെ ഗോൾ ബ്ലാഡർ ക്യാൻസർ അത്ര കണ്ടുവരുന്നില്ല അല്ലേ? ഉണ്ട്. പക്ഷെ അതും ഈ ഇതുപോലെ ജോണ്ടിസ് ഉണ്ടാക്കും. ഗാൾബ്ലാഡർ ക്യാൻസർ നമ്മൾ അറിയുന്നത് അഡ്വാൻസ് സ്റ്റേജിൽ അറിയുന്നതുകൊണ്ട് ഇങ്ങനെയായിരിക്കും അറിയണത്. ജോണ്ടിസ് ആയിട്ട് പേഷ്യന്റ് വരും. ജോണ്ടിസ് മെയിൻ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് എന്ന് പറയും. പേഷ്യന്റ് ചൊറിച്ചിലുണ്ടാവും, മോഷൻ്റെ കളർ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മളങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ നോർമലി സ്കാനിൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് സിംറ്റംസ് ഉണ്ടാവില്ല, ഇങ്ങനെ ചില പെയിനൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും നോർമൽ പെയിനാന്ന് പറഞ്ഞ് വിടും. അവസാനം പിന്നെ ജോണ്ടിസ് ആയതിനു ശേഷമായിരിക്കും നമ്മുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് അത് അഡ്വാൻസ്ഡ് ആയിരിക്കാം. ചില ട്യൂമറുകൾ മാത്രമേ ഉള്ളൂ റിസെക്റ്റബിൾ ആയിരിക്കും. ബാക്കിയുള്ളത് ജോണ്ടിസ് ഒന്നെങ്കിൽ ലിവറിലേക്ക് സ്പ്രെഡ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ ട്യൂമർ തന്നെ ആ പിത്തക്കുഴൽ ബ്ലോക്ക് ചെയ്തിട്ട് ആയിരിക്കും ജോണ്ടിസ് വരിക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ജോണ്ടിസ് കുറയ്ക്കാൻ സ്റ്റെൻഡ് ഇട്ട് കൊടുക്കും. നമ്മൾ ഈ പനി എന്ന് പറയുന്ന പോലെ മഞ്ഞപ്പിത്തത്തിന് എടുക്കുന്ന പനി, അപ്പൊ എല്ലാ മഞ്ഞപ്പിത്തവും അങ്ങനെ വെള്ളത്തിൽ പടരുന്ന മഞ്ഞപ്പിത്തം ആണെന്നാണ് അങ്ങനെ ഒറ്റമൂലി കഴിക്കുക. നാട്ടില് മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞാൽ ബിൽട്രൂൻ കൂടിയതിന്റെ മലയാള വേർഡാണ് മഞ്ഞപ്പിത്തം ശരിക്കും. പക്ഷെ നാട്ടിലെല്ലാവരും മഞ്ഞപ്പിത്തം എന്ന് കണക്കാക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് എ ആണ് മഞ്ഞപ്പിത്തമായിട്ട് കണക്കാക്കുന്നത്. സ്പ്രെഡ് ആവുന്നതാണ്. ഒറ്റമൂലി കഴിച്ചാലും കഴിച്ചില്ലെങ്കിൽ അത് നോർമൽ ആവും. ഹെപ്പറ്റൈറ്റിസ് എയില് മരുന്ന് കഴിച്ചാൽ 7 ദിവസത്തിൽ പോവും, മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഒരാഴ്ചയിൽ പോവും. അത്രേ ഉള്ളൂ. സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് ആണ്, വേറെ ഒന്നുമില്ല. ഹെപ്പറ്റൈറ്റിസ് എക്ക് ബാക്കിയുള്ള അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാം. ഒത്തിരി വോമിറ്റിംഗ്, ഫെറ്റീഗ്, ഓറൽ ഇൻടേക്ക് എടുക്കില്ല ചിലർക്ക്, അങ്ങനത്തെ സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം. പിന്നെ പനിക്കുള്ള ഗുളിക കൊടുക്കാൻ പാടില്ല. ഈ NSAIDs എടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടെ ഇതിൻ്റെ വാല്യൂസ് ഭയങ്കരമായിട്ട് കൂടും. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ആൻറ്റിബയോട്ടിക് കഴിക്കില്ലേ, അപ്പം ഇവൻ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്കാണെങ്കിലും ഇപ്പം തൊട്ടാനും പിടിച്ചതിനൊക്കെ പനി, അപ്പം നമ്മൾ പനി വരുമ്പോഴേക്കും പാരൻസ് പേടിക്കുന്ന സ്കൂളിൽ വിടാൻ പറ്റില്ല പ്രശ്നമാണ്. അപ്പം വേഗം നമ്മളങ്ങ് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യും. അപ്പം അതൊക്കെ ഈ നല്ല ബാക്ടീരിയ ഒഴിവാക്കും, നല്ല ബാക്ടീരിയനെ നശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ബാക്ടീരിയ ഉണ്ടാവാൻ നമുക്ക് ജീവിതശൈലി മാറ്റിയാൽ തന്നെ ബെറ്റർ ആവും. നല്ല ഹെൽത്തി ഡയറ്റ്, പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു എൻറ്റിറ്റി വരുന്നത് തന്നെ ഇതിനാണ്. ഏറ്റവും ബെസ്റ്റ് നമ്മുടെ ഫ്രഷ് കേർഡ് യോഗട്ട്, അതിലുള്ള പ്രോബയോട്ടിക് ആണ് ഏറ്റവും ബെസ്റ്റ്.
നമ്മളിപ്പോൾ പ്രോബയോട്ടിക് ഗുളികകൾ കൊടുക്കണതായാലും അതിനകത്ത് ഈ ലാക്ടോബാസിലസും ഇതെല്ലാം ഉള്ളതാണ്. അപ്പോൾ ഇത് വൺസ് ഇത് പോയി കഴിഞ്ഞാൽ ഇത് നമ്മുടെ ആ ലെയറിൽ, ആ കുടലിൻ്റെ ആ ലെയറിൽ പോയി ദറ്റ് വിൽ സ്റ്റാർട്ട് ഡെവലപ്പിംഗ്. എന്നിട്ട് ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ ഡൈജഷൻ. ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ റിമൂവിങ് ദ വേസ്റ്റ്സ്. ഇപ്പോൾ ചീത്ത ബാക്ടീരിയ കൂടിക്കഴിഞ്ഞാൽ അവിടെ ഈ നമ്മൾ ആൻറ്റിബയോട്ടിക് ഒക്കെ എടുത്ത് നല്ല ബാക്ടീരിയ പോയി കഴിഞ്ഞിട്ട് പിന്നെ നോർമലി ചീത്ത ബാക്ടീരിയ ഉണ്ടാവും. ഈ നല്ല ബാക്ടീരിയയും ചീത്ത ബാക്ടീരിയയും തമ്മിലുള്ള ഒരു ബാലൻസ് ആണ് ഈ ഗട്ടിന്റെ ഹെൽത്ത് ഇതാക്കുന്നത്. അപ്പം അങ്ങനെ മാറി വരുമ്പോൾ ഈ ചീത്ത ബാക്ടീരിയ കൂടി ആയിക്കഴിഞ്ഞാൽ അത് വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയും. ആ കുടലിൽ നിന്ന് മാറി വേറെ ഏരിയയ്ക്ക് പോകുമ്പോഴാണ് ഈ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത്. ഒന്ന് നമ്മുടെ സ്റ്റൊമക് ക്യാൻസറിന്റെ, ആമാശയ ക്യാൻസറിന്റെ സിംറ്റംസ് എങ്ങനെയൊക്കെയാണ്? ആമാശയ ക്യാൻസർ എന്ന് പറയുന്നത് പേഷ്യൻസ് പല രീതിയിൽ സിംറ്റം ഉണ്ട്. ഒന്ന് ഏറ്റവും കൂടുതൽ പേഷ്യൻ്റ് വരുന്നത് ഒന്ന് വെയിറ്റ് ലോസ് ആണ്, തൂക്കം കുറഞ്ഞു വരും. പിന്നെ ലോസ് ഓഫ് ആപ്പറ്റൈറ്റ്, പക്ഷേ എത്ര തൂക്കം കുറയാന്നൊക്കെ പറഞ്ഞാൽ എത്ര തൂക്കം? ഇപ്പം ചില പറയും സിഗ്നിഫിക്കന്റ് ലോസ് ഓഫ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് 10% ബോഡി വെയിറ്റ്, അതായത് 10% 6 മാസത്തിൽ. 6 മാസത്തിൽ 80 കിലോ ഉണ്ടെങ്കിൽ 8 കിലോ 6 മാസത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ അത് സിഗ്നിഫിക്കന്റ് വെയിറ്റ് ലോസ് ആണ്. പിന്നെ അലാമിംഗ് സിംറ്റംസ് എന്ന് പറയും. ഒന്ന് ചിലപ്പോൾ ബ്ലഡ് ലോസ് ഉണ്ടാവും, അനീമിയ, രക്തസ്രാവം, ഇതെല്ലാം അലാമിംഗ് സിംറ്റംസ്. വയറ്റിൽ നിന്ന് കറുത്ത കളറായിട്ട് പോകും. ചില പേഷ്യൻസ് വോമിറ്റിംഗ് ഉണ്ടാവും. ഇതെല്ലാം ലേറ്റ് പ്രസന്റേഷൻ ആണ്. ഈ വൻകുടൽ പ്രസന്റ് ചെയ്യുന്ന ഇതിൽ പോലെ ഇതിനകത്ത് അങ്ങനെ പെട്ടെന്ന് പ്രസന്റ് ചെയ്യില്ല. സ്പേസ് ഉണ്ട്, ഒന്നാമത്തെ സ്പേസ് ഉണ്ട്. പിന്നെ അത് ഒത്തിരി വലുതായി കഴിഞ്ഞ് ബ്ലോക്ക് വരും. അതായത് ആമാശയത്തിൽ ഒരു അറ്റത്തിൽ ട്യൂമർ വന്നാൽ മാത്രമേ ബ്ലോക്ക് വരുള്ളൂ. ആമത്തിൽ ബാക്കിയുള്ള ഏരിയയിൽ വന്നാൽ ബ്ലോക്ക് ആയിട്ട് വരില്ല. പേഷ്യൻസ് വിശപ്പുണ്ടാവില്ല, ഒട്ടും കഴിക്കില്ല. പിന്നെ ഇതുകൊണ്ട് ട്യൂമറിൽ നിന്ന് ബ്ലഡ് പോയി അനീമിയ വരും. ഇങ്ങനെയൊക്കെയാണ് പ്രസന്റ് ചെയ്യുക. അപ്പൊ വയറുവേദനയായിട്ടുണ്ടാവും, ഛർദി, പിന്നെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് പനി വരിക. ബ്ലോക്കായി വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഛർദി. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഒരു 1-1.5 മണിക്കൂറിന് ശേഷം പകുതി ഡൈജസ്റ്റ് ആയ ഫുഡൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തു വരും. അപ്പോൾ നമ്മൾ ഒരു മൈൻഡിൽ വെക്കണം, ഇത് എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടോ എന്നുള്ള കാര്യം. അതും അങ്ങനെ ഹൈ റിസ്ക് പേഷ്യൻസ് നമ്മൾ സ്ക്രീൻ ചെയ്യണം. ഇങ്ങനെ സിംറ്റംസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ റുട്ടീൻ ബ്ലഡ് ടെസ്റ്റ്, അനീമിയ, രക്തസ്രാവം ഉണ്ടോ എന്ന് നോക്കണം. സ്കാൻ, എല്ലാ ഇതും അൾട്രാസൗണ്ടിൽ പിക്കപ്പ് ചെയ്യണമെന്നില്ല. പ്രത്യേകിച്ച് ആമാശയ ക്യാൻസർ അൾട്രാസൗണ്ടിൽ പിക്കപ്പ് ചെയ്യണമെന്നില്ല. അതിന് നമ്മൾ എൻഡോസ്കോപ്പി ചെയ്ത് ഫൈൻഡിങ് ഉണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും സ്പ്രെഡ് ആയിട്ടോ നോക്കാനായിട്ട് CT എടുക്കണം. CT സ്കാനിൽ അറിയും ആമാശയത്തിൽ തന്നെ ഉണ്ടോ അല്ല ചുറ്റുവട്ടാരം എവിടെയെങ്കിലും ലിവറിലേക്കോ അടുത്തുള്ള കഴലേകളൊക്കെ സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ അത് സർജിക്കൽ ഓപ്ഷൻ അല്ല. ലോക്കൽ സ്പ്രെഡ് ആണെങ്കിൽ സർജറി ചെയ്യാം. അത് വേറെ ഭാഗത്തേക്ക് സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് ഡിപ്പെൻഡിങ് മോസ്റ്റ്ലി അത് അഡിനോകാർസിനോമ എന്ന് പറയും, അതായിരിക്കും. അപ്പോൾ കീമോതെറാപ്പി, പാലിയേറ്റീവ് തെറാപ്പി മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് റിസ്ക് ഫാക്ടേഴ്സ് എന്തായിരിക്കും? എങ്ങനെയാണ് ഒരു സ്റ്റൊമക് ആമാശയത്തിന് ക്യാൻസറിന്റെ മെയിൻ റിസ്ക് ഫാക്ടേഴ്സ് ഇതുപോലെ തന്നെ സ്മോക്കിംഗ് ആണ്, ആൽക്കഹോൾ ആണ്, ഫുഡ് കണ്ടെയ്നിങ് നൈട്രോസോമൈൻ ഫുഡ്, സ്മോക്ഡ് ഫുഡ്, പിന്നെ സോൾട്ടഡ് ഫുഡ്. വേറൊരു കോളൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വേറൊരു റിസ്ക് ഫാക്ടർ ഉള്ളത് H. pylori ബാക്ടീരിയ. H. pylori ബാക്ടീരിയ വെള്ളത്തിൽ കൂടെ ഫുഡിൽ കൂടെ നമുക്ക് കിട്ടുന്നതാണ് H. pylori ബാക്ടീരിയ. അപ്പോൾ H. pylori ബാക്ടീരിയ നമ്മുടെ ആമാശയത്തിൽ കുറേ നാൾ നിൽക്കുകയാണെങ്കിൽ അത് ഒരു കുറച്ച് ആൾക്കാർക്ക് H. pylori ബാക്ടീരിയ അത് ഒരു അട്രോഫിക് ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറഞ്ഞ സ്റ്റേജിലോട്ട് മാറുകയും അവിടുന്ന് അത് ഒരു അട്രോഫിക് ഗ്യാസ്ട്രൈറ്റിസ് ഒരു റിസ്ക് ഫാക്ടറാണ് ആമാശയ ക്യാൻസറിന്. അപ്പോൾ നമ്മൾ H. pylori ഇൻഫെക്ഷൻ കണ്ടുപിടിക്കുകയാണ് എൻഡോസ്കോപ്പി. നമ്മൾ യൂഷ്വലി എൻഡോസ്കോപ്പി കാണാം. ഇപ്പം നമ്മളിപ്പോൾ എൻഡോസ്കോപ്പി നിങ്ങൾ സ്ഥിരം ചെയ്യുന്നതല്ലേ, അപ്പം അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഈ ബാക്ടീരിയക്കുള്ള ടെസ്റ്റുകൾ 90% നമ്മൾ എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ നമ്മൾ H. pylori ടെസ്റ്റ് നമ്മൾ എടുക്കാറുണ്ട്. എത്ര പേർക്ക്? എല്ലാവർക്കും വരണമെന്നില്ല. എത്ര പേർക്ക്? ഇപ്പം ഒരു 10 പേർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലല്ല, ഒരു 20-25% ആൾക്കാർക്ക് കാണാറുണ്ട്. പക്ഷെ എല്ലാവർക്കും സിംറ്റംസ് ഉണ്ടാവണമെന്നില്ല. സിംറ്റംസ് ഉള്ളവരത് ട്രീറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ ട്രീറ്റ്മെന്റ് ചെയ്താൽ നമ്മളിപ്പോൾ 70% ഓഫ് ദ പീപ്പിളിന് ഇത് ഉണ്ടാവും, സിംറ്റംസ് ഉണ്ടാവും. നമ്മൾ ചെയ്യുമ്പോൾ പോസിറ്റീവായിട്ട് കാണും. ആ പോസിറ്റീവ് ആയാലും അതിലൊരു 10% ആൾക്കാർക്ക് സിംറ്റംസ് ഉണ്ടാവുള്ളൂ. ആ സിംറ്റംസ് ഉള്ളവരെ നമ്മൾ ട്രീറ്റ് ചെയ്യണം. ഇറാഡിക്കേഷൻ വെച്ചാൽ മാസ് ഇറാഡിക്കേഷൻ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും കൊടുക്കേണ്ടി വരും. ഇതുള്ളവർക്ക് മറ്റേ അതിന്റെ ആന്റിബയോട്ടിക് അങ്ങനെ സിംറ്റംസ് ആയി അൾസർ ആയി ഇത് എന്ന് വെച്ചാൽ ഇത് അൾസർ ഉണ്ടാക്കും. പിന്നീട് അത് ഒരേ സൈക്കിൾ റിപ്പീറ്റായി മാൾട്ടോമ എന്ന് പറയും. അങ്ങനെയാണ് ക്യാൻസർ ആണ് മാൾട്ടോമ എന്ന് പറയുന്നത്. അപ്പോൾ H. pylori ക്യാൻസർ H. pylori ഇൻഫെക്ഷൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അത് അൾസറാവും. അൾസറിൻ്റെ സമയത്തും ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അത് ക്യാൻസറായി മാറും. അപ്പോൾ ഇങ്ങനെ ആമാശയത്തിൽ വരെ ക്യാൻസർ നമ്മൾ നേരത്തെ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ എൻഡോസ്കോപ്പിക്കലി തന്നെ ട്രീറ്റ് ചെയ്യാം. അതായത് കോളനിൽ പറഞ്ഞ പോലെ ഏർലി ഗ്യാസ്ട്രിക് ക്യാൻസറിൽ മ്യൂക്കോസൽ റിസെക്ഷൻ, എൻഡോസ്കോപ്പിക് സബ് മ്യൂക്കോസൽ ഡിസെക്ഷൻ എന്ന് പറഞ്ഞ് ആ ഭാഗം മാത്രം ചെത്തിക്കളയാം, ബാക്കിയുള്ളത് റെഗുലർ ഫോളോ അപ്പ് ചെയ്യാം. അങ്ങനെ അല്ലാതെ പേഷ്യൻസിന്
നമ്മൾ പിന്നെ ബയോപ്സി എടുത്ത് ബാക്കിയുള്ള ഭാഗത്ത് സ്പ്രെഡൊക്കെ ആണെങ്കിൽ സർജിക്കലി ഓപ്ഷൻ ആണെങ്കിൽ സർജറി ചെയ്യണം. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ സൈറ്റ്, എവിടെയാണോ ടോട്ടൽ ഗ്യാസ്ട്രിക്, അതായത് ആമാശയം കംപ്ലീറ്റ് റിമൂവ് ചെയ്യണോ, അതിൻ്റെ ചുറ്റുവട്ടാർ റിമൂവ് ചെയ്യണോ, ഇത് ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ എവിടെയാണ് ഇത് സ്പ്രെഡ് ആയിരിക്കുന്നത്, അതിൻ്റെ കയലുകളൊക്കെ സ്പ്രെഡ് ആയിരിക്കുന്നത് നോക്കാം. പിന്നെ കീമോതെറാപ്പി, ഇതാണ് ഇതിൻ്റെ 3 ഓപ്ഷൻ. എൻഡോസ്കോപ്പിക് ഡയഗ്നോസിസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ബേസിക് ഇപ്പം ഏത് ഈ കീമോതെറാപ്പി ആമാശയ ക്യാൻസറിന് എല്ലാവർക്കും കീമോതെറാപ്പി വേണ്ടി വരും. അല്ല, ഏത് വെച്ചാൽ കുടലിലെ ക്യാൻസർ ആയാലും ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് എപ്പോഴും സർജറി ചെയ്തിട്ട് എടുത്ത് കളയും. ഇനി സർജറി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ ആ കുടലിൽ നിന്ന് അടുത്തുള്ള കഴലുകളിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്, അപ്പം തുടക്കത്തിൽ തന്നെ സർജറി ചെയ്ത് ചിലപ്പോൾ മുഴുവൻ എടുക്കാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ആദ്യം നമ്മൾ കീമോ ചിലരൊക്കെ കൊടുക്കും. ആദ്യം കീമോ കൊടുത്തിട്ട് പിന്നെ സർജറി ചുരുക്കിയതിന് ശേഷം പിന്നെ സർജറി എടുത്ത് കളയുക. അപ്പം സർജറിയാണ് ഡെഫിനറ്റീവ് ട്രീറ്റ്മെന്റ്. ഡീബൾക്കിംഗ് വെച്ചാലും നെഗറ്റീവ് ഫുള്ളായിട്ട് എടുക്കണം. ഡീബൾക്ക് എന്നുള്ളതിന് മൊത്തമായിട്ട് എടുത്ത് മാറ്റണം. ഇനിയിപ്പം ആദ്യം സർജറി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഇപ്പം ഒരു 1-2 സെൻറ്റിമീറ്ററുള്ള ട്യൂമേഴ്സിന് മേ ബി സർജറി മാത്രം മതിയായിരിക്കും. പക്ഷേ മെജോറിറ്റി അതങ്ങനത്തെ ആൾക്കാർ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ മെജോറിറ്റി ആൾക്കാർക്ക് അത് കഴിഞ്ഞ് പിന്നെ വരാതിരിക്കാനായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ. അപ്പോൾ ചിലർക്ക് ഈ ആമാശയത്തിൽ വരുന്ന ക്യാൻസറിന് കീമോ എങ്ങനെയാ കൊടുക്കണം, കീമോ കൊടുക്കണം എന്ന് എങ്ങനെയാ സെലക്ട് ചെയ്യുന്നത്? ഒരു പേഷ്യന്റ് കീമോ കൊടുക്കണം, അതിനെന്താ ക്രൈറ്റീരിയ? ആ ഒരു ഡെപ്ത് വെച്ചാൽ ആമാശയത്തിന്റെ ഇപ്പം സെമിക്കോസ, സബ്മ്യൂക്കോസ, അങ്ങനെ പല ലെയറുകളിലും വരുന്ന ഡെപ്ത്. അപ്പോൾ ഒരു 2 സെന്റിമീറ്ററിന് മുകളിലുള്ളതും കഴലുകളിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടുള്ളതും ആയിട്ടുള്ള എല്ലാ ട്യൂമേഴ്സിനും കീമോ എടുക്കണം, അത്യാവശ്യമാണ്. അപ്പോൾ അത് അതിന്റെ റിസ്ക് തിരിച്ച് റിക്കറൻസ് വരാതിരിക്കാനായിട്ട്. അപ്പോൾ ഇത്ര സൈക്കിൾസ് കീമോ കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നില്ല, അതൊക്കെ എങ്ങനെയാണ്? കീമോ പറയണത് നമ്മളിപ്പോൾ പലപ്പോഴും എത്ര സൈക്കിൾ എടുത്തു, 19 സൈക്കിൾ എടുത്തു, 20 സൈക്കിൾ എടുത്തു, 6 സൈക്കിൾ. അത് എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത്? ഇപ്പം കുടലിൽ ആമാശയത്തിലത്തെ ആണെങ്കിൽ അതിന് പല പ്രോട്ടോകോൾ റെജിമെന്റ്സ് ഉണ്ട്. ഇപ്പം ആമാശയിലാണെങ്കിൽ ഫ്ലോട്ട് റെജിമെൻ എന്നുള്ളൊരു കീമോ, അത് എവറി 2 വീക്സിലാണ് ഇത് എടുക്കേണ്ടത്. ഓക്കെ, അങ്ങനെ ഇതുപോലെ 8 സൈക്കിൾ എടുക്കുന്നു. അല്ലെങ്കിൽ കുടലിൽ ഇപ്പം നേരത്തെ കുടലിലേക്ക് ആണെങ്കിൽ ഫോക്സ് എന്നുള്ളൊരു റെജിമെനൊക്കെയാണ് എടുക്കേണ്ടത്. 12 പ്രാവശ്യം എടുക്കണം. അല്ലെങ്കിൽ കെപ്പോക്സ് എന്നുള്ള വയസ്സായവർക്കൊക്കെ ചിലപ്പോൾ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ അത് 8 സൈക്കിൾ. പണ്ടത്തെ പോലെ അല്ല, ഒത്തിരി ടോളറബിൾ കീമോതെറാപ്പീസ് വന്നിട്ടുണ്ട്. പണ്ട് ഒട്ടും ടോളറേറ്റ് ഇല്ലായിരുന്നു. ഇപ്പോൾ പേഷ്യൻസ് പ്രൊഫൈലിൽ നോക്കിയാൽ കീമോ എടുത്ത് കഴിഞ്ഞാൽ കീമോ എടുത്തിട്ടുണ്ടെന്ന് പോലും നമുക്ക് അറിയാം. ഈവൻ ഇപ്പം ഹെയർ ഫോൾ, ഇപ്പം മുടി കൊഴിച്ചിലോ അങ്ങനത്തെ ഒക്കെ ഇപ്പം വേറെ പല ട്യൂമേഴ്സിന്റെ കീമോന് മുടി കൊഴിയെങ്കിലും ഈ കുടൽ സംബന്ധമായിട്ടുള്ള മിക്ക കീമോസിലും മുടി കൊഴിച്ചിൽ ഉണ്ടാവില്ല, കുറവാണ്. അപ്പോൾ അത് ടോളറേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റ്. പിന്നെ ഈവൻ ഇച്ചിരി കൂടെ അഡ്വാൻസ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ കീമോന്റെ കൂടെ തന്നെ ടാർഗറ്റഡ് ഇഞ്ചെക്ഷൻസ് ആഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇമ്മ്യൂണോതെറാപ്പി. പിന്നെ ഇപ്പോൾ സ്പ്രെഡ് ചെയ്ത അവസ്ഥയിൽ, ഇപ്പം അസുഖം സ്പ്രെഡ് ചെയ്ത അവസ്ഥയിലൊക്കെയാണ് നമ്മൾ ഇമ്മ്യൂണോതെറാപ്പി പോലത്തെ ട്രീറ്റ്മെന്റുകളിലേക്കൊക്കെ പോകുന്നത്. അപ്പം ഇനി നമ്മൾ ആമാശയത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ട് ഇനി അടുത്ത പാങ്ക്രിയാസ് ഒരു ദുരദൃഷ്ടവശമായി നോക്കുമ്പോൾ അതിന് ഒരു സിംറ്റംസും ഉണ്ടാവില്ല. വൺസ് ദ പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി മോസ്റ്റ്ലി അഡ്വാൻസ്ഡ്. പിന്നെ പാങ്ക്രിയാറ്റിക് ക്യാൻസർ എന്ന് പറയുന്നത്, ക്യാൻസർ എന്ന് ഡയഗ്നോസ് കഴിഞ്ഞാൽ അത് പ്രോഗ്നോസിസ് വളരെ കുറവാണ്. നമ്മുടെ അടുത്ത് വരുമ്പോൾ തന്നെ അതിന് പ്രോഗ്നോസിസ്, നമ്മൾ ഒരു പേഷ്യൻറ്റ് പ്രസൻറ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ ആ സ്റ്റേജ് നോക്കുമ്പോൾ യൂഷ്വലി 3 to 6 months ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ സ്റ്റേജിലാണ് സർജറി ചെയ്ത് എടുത്ത് കളയാൻ പറ്റുന്ന അവസ്ഥയിലാണ് അവർക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക. അല്ല, പാൻക്രിയാസ് ക്യാൻസറിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ മെജോറിറ്റി പാൻക്രിയാറ്റിക് ക്യാൻസർ പേഷ്യൻസും നമ്മൾ കണ്ടുപിടിക്കപ്പെടുന്നത് അവരുടെ അഡ്വാൻസ് സ്റ്റേജിലാണ്. ഇപ്പോൾ പാൻക്രിയാസ് ഏറ്റവും കൂടുതൽ ക്യാൻസർ വരുന്നത് അതിന്റെ ഹെഡ് റീജിയനിലാണ്. അവർക്ക് വരുന്നത് വയറുവേദനയും. ഹെഡ് എന്ന് പറഞ്ഞപ്പോൾ 3 റീജിയൻ. അതെ, പാൻക്രിയാസ് നമുക്ക് ഹെഡ്, ബോഡി ടൈലുന്നുണ്ട്. ഇപ്പോൾ ബോഡി ആൻഡ് ടൈലുള്ള ക്യാൻസറിനാണെങ്കിൽ വയറുവേദന മാത്രമേ ലക്ഷണമായിട്ട് ഉണ്ടാകത്തുള്ളൂ. അവർക്ക് ജോണ്ടിസോ ഒന്നും ഉണ്ടാവില്ല. വയറുവേദന അതിൻ്റെ കൂടെ വെയിറ്റും കുറയും, വിശപ്പും ഉണ്ടാകത്തില്ല. വയറുവേദന പുറകോട്ടും കാണാം, ബാക്ക് പെയിനും കൂടെ കാണാം. ഹെഡ് റീജിയനിലാണെങ്കിൽ അവർക്ക് ഈ വയറുവേദനയും കാണും, ബാക്ക് പെയിൻ കാണും, വിശപ്പുണ്ടാകത്തില്ല, അതിൻ്റെ കൂടെ ജോണ്ടിസ്. കാരണം ആ ഹെഡ് റീജിയനിലെ പാൻക്രിയാസ് പിത്തക്കുഴലിനെ കയറി പിടിക്കുകയും അത് ബ്ലോക്ക് ആവുകയും ചെയ്യും. അതിൻ്റെ പേരിലാണ് നമ്മൾ ജോണ്ടിസ് കാണുന്നത്. ഇപ്പോൾ മെജോറിറ്റി ആൾക്കാർക്കും ഈ പാൻക്രിയാറ്റിക് ക്യാൻസർ കണ്ടുപിടിക്കുന്ന ഒരു അഡ്വാൻസ്ഡ് സ്റ്റേജിലായതുകൊണ്ട് അവരുടെ പ്രോഗ്നോസ് കുറച്ച് മോശമാണ്. ചിലപ്പോൾ ഈ പറഞ്ഞ മാതിരി ഈ കോളൻ ക്യാൻസറിൻ്റെ അത്രയും സർവൈവൽ പാൻക്രിയാറ്റിക് ക്യാൻസറിന് കിട്ടിക്കോളന്നില്ല. ഇപ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ പണ്ടൊക്കെ പാൻക്രിയാസിൻ്റെ റീസൺ എന്തായിരിക്കും? ഇപ്പം നമ്മുടെ ഇപ്പം കേരളത്തിൽ ഇപ്പോൾ ഷുഗർ, ഡയബറ്റിക് പേഷ്യൻസ് നോക്കി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലും ഒരു ഡയബറ്റിക്
ആൾക്കാർ ഉള്ള പോലെയാണ്. അപ്പോൾ അതൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. ഈ ഡയബറ്റീസ് പാൻക്രിയാറ്റിക് ക്യാൻസറിന് റിസ്ക് ഫാക്ടറാണ് കേട്ടോ. അതായത് ഡയബറ്റീസ് ഇല്ലാത്ത ആൾക്കാർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡയബറ്റീസ് പേഷ്യൻറ്റുള്ളവർക്ക് പാൻക്രിയാറ്റിക് ക്യാൻസർ കാണാൻ സാധ്യത കൂടുതലാണ്. റിസ്ക് ഫാക്ടറാണ്, അതൊരു കോസറ്റീവ് ഫാക്ടർ അല്ല. പുകവലി, മദ്യപാനം, പറഞ്ഞ കാര്യങ്ങളൊക്കെ അതെ, ഈ കോളൻ ക്യാൻസറിന്റെ സെയിം റിസ്ക് ഫാക്ടർ ഒക്കെ. ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ് ഒരു റിസ്ക് ഫാക്ടറാണ്. ജനറ്റിക് ആയിട്ട് വരുന്നത് ഓട്ടോമ്യൂൺ പാൻക്രിയാറ്റൈറ്റിസ്, ഹെറിഡിറ്ററി പാൻക്രിയാറ്റൈറ്റിസ് 3 സ്ഥലത്ത്, അതായത് ജനറ്റിക് ആയിട്ട് വരുമ്പോൾ പാൻക്രിയാസ്, ബ്രസ്റ്റ്, ഓവറി, ഈ 3 സ്ഥലത്തും ട്യൂമർ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ജനറ്റിക് ആയിട്ട് വേറെ എവിടെയും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയും വരാനുള്ള സാധ്യത കൊണ്ട് നമ്മൾ സ്ക്രീൻ ചെയ്യണം. അപ്പോൾ പാൻക്രിയാസിനൊരു സ്ക്രീനിങ് പ്രോട്ടോകോൾ ഇല്ല എന്ന് പറയുന്നത് അതിനൊരു ലക്ഷണങ്ങളില്ല. അപ്പോൾ നമ്മൾ വരുന്ന പേഷ്യൻസിനെ കറക്റ്റായിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്യുക. ഒരു ഡയഗ്നോസിസ് മിസ്സാക്കാണ്ട് ഡയഗ്നോസിസ് ചെയ്ത് ട്രീറ്റബിൾ സ്റ്റേജിൽ നമ്മുടെ അടുത്ത് വരികയാണെങ്കിൽ സർജിക്കലി ട്രീറ്റബിൾ ഓപ്ഷനാണ് ഏറ്റവും ബെസ്റ്റ്. ട്രീറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സർജിക്കലി ട്രീറ്റ് ചെയ്യുക. അതല്ലാത്ത പക്ഷത്ത് കീമോതെറാപ്പി. പിന്നെ ഈ ബ്ലോക്ക് പറഞ്ഞ പോലെ ബ്ലോക്ക് വന്നാൽ മഞ്ഞപ്പിത്തം കുറയ്ക്കാനായിട്ട് സ്റ്റെൻഡിങ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം പാലിയേറ്റീവ് കെയർ ആണ്. വേറൊരു ടെക്നോളജി അഡ്വാൻസ് ചെയ്ത് വന്നിരിക്കുന്നത് പാൻക്രിയാസിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ പാൻക്രിയാസ് സിസ്റ്റും പാൻക്രിയാസ് തടിപ്പുകളുണ്ടാവും. പണ്ടെല്ലാം പാൻക്രിയാസിലെ തടിപ്പുകൾ അല്ലെങ്കിൽ സിസ്റ്റം എല്ലാം ക്യാൻസർ ആയിട്ടാണ് കണക്കാക്കിയിരുന്നത്. ഇപ്പോൾ നമുക്കൊരു എൻഡോസ്കോപ്പിക് അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞൊരു പുതിയ ടെക്നോളജി പ്രകാരം നമുക്ക് പാൻക്രിയാസിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് പാൻക്രിയാസിന് നമുക്ക് അൾട്രാസൗണ്ട് 1 മില്ലിമീറ്റർ നമുക്ക് സ്കാൻ ചെയ്യാം. ആവശ്യമുള്ള ടിഷ്യൂ ബയോപ്സി എടുക്കാൻ പറ്റും. ചെറിയ സിസ്റ്റുകളും ചിലപ്പോൾ ക്യാൻസർ ആവണമെന്നില്ല. അല്ലെ, ആവണമെന്നില്ല. നമ്മൾ അതിൽ ഡയഗ്നോസ് ചെയ്തിട്ട് ബയോപ്സി പോലെ ആവശ്യമില്ല. ചിലവർക്ക് സിസ്റ്റ് ആണെന്നെങ്കിൽ നമ്മളത് റെഗുലർ ഫോളോ അപ്പിൽ വെക്കാം. എന്തെങ്കിലും ടിഷ്യൂ ഉണ്ടെങ്കിൽ ബയോപ്സി എടുക്കാം. അതിൻ്റെ ചുറ്റുവട്ടാര സ്പ്രെഡ് ഉണ്ടെങ്കിലും ഒരേ സിറ്റിങ്ങിൽ ബയോപ്സി എടുക്കാം. ഇറ്റ് പ്രിവെൻറ്റ്സ് ഫർദർ, ഗൈഡ്സ് ഫർദർ ട്രീറ്റ്മെൻറ്റ്. അടുത്തത് എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമുക്ക് അതിൽ അറിയാൻ പറ്റും. അപ്പോൾ എൻഡോസ്കോപ്പിക് അൾട്രാസൗണ്ട് എന്നത് ഏറ്റവും ബെസ്റ്റ് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഫുഡ് പൈപ്പ്. അപ്പോൾ അന്നനാളത്തിലുള്ള ക്യാൻസർ പേഷ്യൻ്റ് പെട്ടെന്ന് പ്രസൻറ്റ് ചെയ്യും. ഒന്ന് നമ്മൾ ഭക്ഷണം പോകുന്ന വഴിയാണ്. അപ്പോൾ അത് ഒന്ന് ബ്ലോക്ക് കൊണ്ട് വോമിറ്റിംഗ് വരാം, ഡിസ്ഫേജിയ, ഭക്ഷണം ഇറക്കാൻ, ഭക്ഷണമോ വെള്ളം കുടിക്കാനോ തടസ്സം, ഇതായിരിക്കും പ്രസന്റ് ചെയ്യുക. ചിലർക്ക് പെയിൻ വരും, എല്ലാവർക്കും പെയിൻ വരണമെന്നില്ല, തടസ്സമാണ് ഏറ്റവും കൂടുതലായിട്ട് പറയുക. പിന്നെ വോമിറ്റിംഗ്, കഴിച്ച ഉടനെ താഴോട്ടേ ഇറങ്ങുന്നില്ല, കഴിച്ച ഉടനെ അങ്ങോട്ട് വോമിറ്റ് ചെയ്യുന്നു, തേങ്ങി നിൽക്കുന്ന പോലെ വരുന്നു. അതുകൊണ്ട് ഭക്ഷണം നമ്മൾ ചിലർക്ക് ചെറുതായിട്ട് ട്യൂമർ വളരും. അപ്പോൾ അവരോട് കുറേ കാലമായിട്ട് ചോദിക്കും, ഇത് കുറേ നാളായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ ഇത് സൂക്ഷ്മത അറിയുള്ളൂ. ഫുഡ് പേഷ്യൻ്റ് ഓരോ പീരീഡ് ഓഫ് ടൈം അവർക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല, വെയിറ്റ് ലോസ് ആയിട്ടുണ്ടാവും, തൂക്കം കുറഞ്ഞു. എന്താ വെച്ചാൽ അവർ ഓവർ പീരീഡ് അവരുടെ ഭക്ഷണം ഫുഡ് പാറ്റേൺ മാറ്റിയിട്ടുണ്ടാവും. സോളിഡ് ഫുഡ് ആയിരിക്കും കഴിക്കുന്നുണ്ടാവും, പിന്നെ അവർ മെല്ലെ സെമി സോളിഡ് ആക്കും, പിന്നെ ലിക്വിഡ് ആക്കും. അപ്പോൾ അവരുടെ ഈ ദ്വാരത്തിനനുസരിച്ച് അവരുടെ ഇത് ഫുഡ് അഡാപ്റ്റ് ചെയ്യും. അപ്പോൾ അവർക്ക് ഒന്നും അറിയില്ല എന്ന് വെച്ചാൽ ഫുഡ് ഇറങ്ങി പോകുന്നുണ്ട്, പക്ഷെ കട്ടിയുള്ളത് കഴിക്കാം. അവർ അങ്ങനെ അവരുടെ ശൈലി മാറ്റി അവസാനം ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം മിക്സിയിലിട്ട് അരച്ചായി കഴിക്കുന്നത്, അല്ലാണ്ട് പിടിക്കുന്നില്ല, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ നമ്മൾ ആ ഹിസ്റ്ററി ചോദിച്ചാൽ തന്നെ നമുക്കൊരു സസ്പിഷൻ വരണം. പിന്നെ ഏജ്, അഡ്വാൻസ്ഡ് ഏജ് ഒന്ന്, മെയിൽ ഫാക്ടർ, അതൊരു ഫാക്ടർ ഉണ്ട്, ഇപ്പോൾ എല്ലാവർക്കും വരുന്നുണ്ട്. മെയിൽ, സ്മോക്കിംഗ്, ഇതെല്ലാം റിസ്ക് ഫാക്ടറാണ്. അപ്പോൾ ഇങ്ങനെ ഒബിസിറ്റി റിസ്ക് ഫാക്ടർ പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സ്ക്വാമസ് സെൽ കാർസിനോമിയാണ് ഈ സബാക്സിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ അഡിനോകാർസിനോമിയും കാര്യമായിട്ട് പൊന്തി വരുന്നുണ്ട്. കാരണം എന്താ, റിഫ്ലക്സ്, GERD കാരണം, ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ്, ആമാശയുള്ള ആസിഡ് അന്നനാളത്തിലേക്ക് വന്ന് അത് ഇറിറ്റേറ്റ് ചെയ്ത് ഒരു ബാരറ്റ് ഈസോഫാഗസ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനിലെത്തിയും ആ ബാരറ്റ് ഈസോഫാഗസിൽ ക്യാൻസർ വരാനുള്ള സാധ്യത. പുളിച്ചത് കിട്ടാൻ ആൾക്കാർ പറയില്ലേ, സ്ഥിരമായിട്ട് ഈ പുളിച്ചായിട്ടുള്ള അസുഖം, അതായത് GERD ഉള്ള ആൾക്കാർക്ക്, അവർക്ക് ഹൈ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവർക്ക് നമ്മൾ എൻഡോസ്കോപ്പി ചെയ്ത് ബാരറ്റ് ഈസോഫാഗസ് ഉണ്ടോയെന്ന് കണ്ടുപിടിക്കും. ബാരറ്റ് ഈസോഫാഗസ് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ബയോപ്സി എടുക്കും, ടാർഗറ്റഡ് ബയോപ്സി എടുക്കും. ഉദ്ദേശം എന്താ, അതിനകത്ത് ക്യാൻസർ ഉണ്ടോ, അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ പ്രീ ക്യാൻസർ ലീഷൻ, അതായത് ഇൻഡസ്റ്റൈനൽ മെറ്റപ്ലാസി ഉണ്ടോ, ഡിസ്പ്ലേസി ഉണ്ടോ, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എൻഡോസ്കോപ്പി ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം. ബാരറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ ആസിഡ് മുകളിലോട്ട് വന്ന് ഈ ആമാശയത്തിലുള്ള ആ മ്യൂക്കോസ ഇവിടെ വരും. അപ്പോൾ അത് ആസിഡ് സെക്രീഷൻ ഉണ്ടാവും. അങ്ങനെ അത് ഒരു പ്രീ മലിഗ്നന്റ് കണ്ടീഷനാണ്. അത് നമ്മൾ റെഗുലർ ഫോളോ അപ്പിൽ വെക്കണം. എന്ന് വെച്ചാൽ അത് പിന്നീട് ക്യാൻസറായി മാറാനുള്ള സാധ്യതയുണ്ട്. അത് ആകുമ്പോൾ അഡിനോകാർസിനോമായ, അതാണ് യൂഷ്വലി വരുന്നത്. അപ്പോൾ ഇതിലൊക്കെ കുടൽ സംബന്ധമായ അസുഖങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലേ, അല്ലെ ഭക്ഷണം ഒരു ഇമ്പോർട്ടൻ്റ് അല്ലെ, ഭക്ഷണം നമ്മൾ ചെയ്യുന്ന മോഡിഫിക്കേഷൻസ് പറഞ്ഞ നല്ല കാര്യങ്ങൾ, നല്ല ഭക്ഷണം കഴിക്കുക, ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുക, സ്മോക്കിംഗ് എല്ലാത്തിലും റിസ്ക് ഫാക്ടറാണ്. സ്മോക്കിംഗ്, ആൽക്കഹോൾ ഇതൊക്കെ നിർത്തുക, റെഗുലർ എക്സസൈസ്, വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, ഫൈബർ കണ്ടന്റ് ഫുഡ് ഉള്ള കഴിക്കുക.
എനിക്കിനി നാളെ തൊട്ട് വെയിറ്റ് കുറയ്ക്കണം എന്ന് ഒരാൾ വിചാരിക്കുകയാണ്, ആൾക്ക് മേ ബി പെട്ടെന്ന് ഒരു റാപ്പിഡ് വെയിറ്റ് റിഡക്ഷൻ ചെയ്യരുത്. റാപ്പിഡ് വെയിറ്റ് റിഡക്ഷൻ ചെയ്ത വേറൊരു ബുദ്ധിമുട്ടുണ്ട്. പിത്താശയത്തിൽ കല്ലുണ്ടാവും. റാപ്പിഡ് വെയിറ്റ് റിഡക്ഷൻ സ്റ്റോൺ ഉണ്ടാക്കും. അപ്പോൾ പക്ഷേ എനിക്ക് തോന്നുന്നത് പല ഡയറ്ററി മെത്തേഡ്സ് ഉണ്ടെങ്കിലും ഏറ്റവും നല്ലത് മെഡിറ്റേറിയൻ ഡയറ്റ്സ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് മെഡിറ്റേറിയൻ ഡയറ്റ് നമ്മളൊരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ 50% പ്രോട്ടീൻസ് ആൻഡ് വെജിറ്റബിൾസ്, 25% കാർബോഹൈഡ്രേറ്റ്സ്, ബാക്കി 25% നോൺ വെജിറ്റേറിയൻ ഫുഡ്. അപ്പോൾ ഇങ്ങനെ ഇതാണ് സസ്റ്റൈനബിൾ ഡയറ്റും. ഫോളോ ചെയ്യും. അപ്പോൾ കീറ്റോ ഡയറ്റ് പറഞ്ഞല്ലോ, കീറ്റോ ഡയറ്റ് ഒന്നും ഒരിക്കലും സസ്റ്റൈനബിൾ അല്ല. നമുക്ക് താൽക്കാലികമായിട്ട് കുറച്ച് നാളത്തേക്കാണ് കീറ്റോ ഡയറ്റ് മാത്രം ഫോളോ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ കീറ്റോ ഡയറ്റും മെഡിറ്റേറിയൻ ഡയറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റണതും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണതും മെഡിറ്റേറിയൻ ഡയറ്റ് തന്നെയാണ്. പിന്നെ ഫാസ്റ്റിംഗ് ഇല്ലേ, ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്. ഭക്ഷണം എടുക്കാന്ന് വെച്ചാൽ ഞാനൊരു കുറച്ച് ദിവസം അങ്ങ് തീരെ ഭക്ഷണം കഴിക്കാതിരിക്കുക, അങ്ങനെ കഴിക്കാണ്ടിരുന്ന ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് റെഗുലർ ആയിട്ട് ഡെയിലി ഇതിൽ ചെയ്യുമ്പോൾ അത് വലിയ ഡിഫറൻസ് അറിയില്ല. ഇന്റർമിറ്റന്റ് എന്ന് പറഞ്ഞാൽ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് വെച്ചാൽ രാത്രി 16 hours ഫാസ്റ്റിംഗ്. രാത്രി 7 മണിക്ക് നേരത്തെ ഭക്ഷണം കഴിക്കുക, 16 മണിക്കൂറിന് ശേഷം രാവിലെ ഒരു 9 മണിക്ക് 9-10 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അങ്ങനെ ആ ഫാസ്റ്റിംഗ് ദാറ്റ് ഹെൽപ്സ് നമ്മൾ കഴിച്ച ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാനുള്ള ടൈം കൊടുക്കും. അങ്ങനെ ഫാസ്റ്റിംഗ് ഇരിക്കുമ്പോൾ ദാറ്റ് ഇസ് പ്രൂവൻ, ദാറ്റ് ഇസ് സയൻറ്റിഫിക്കലി ഓൾസോ അത് നല്ലതാണ്, അത് സസ്റ്റൈനബിളും ആണ്. നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരു 10 ദിവസം ഒന്നും കഴിക്കുന്നില്ല, 11ാം ദിവസം ഈ 10 ദിവസത്തിനും കൂട്ടി വെച്ച് നമ്മൾ കഴിക്കും. സോ അത് ഇതല്ല. ഈ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ആകുമ്പോൾ നമുക്ക് അങ്ങനെ നോർമലി ഫുഡ് അത് ഇനിഷ്യലി ഫോളോ അപ്പ് ചെയ്ത് നമ്മളത് തുടങ്ങി, അത് ടേക്സ് ടൈം. അങ്ങനെ ആകുമ്പോൾ ദാറ്റ് ക്യാൻ ബി ഡൺ ഡെയിലി. ആ ഫാമിലിയുടെ ഒരു ഡയറ്റ് പാറ്റേൺ ആക്കിയിട്ട് മാറ്റി ഒരാൾ ശ്രമിക്കുകയാണ്. ഞാൻ അപ്പോൾ ആൾ ചിലപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ വീട്ടിലെല്ലാവരും ആ ഒരു അല്ലേ നേരത്തെ കഴിക്കുക. കുറേ ഡയറ്റ്സ് ഉണ്ട്, കീറ്റോ ഡയറ്റ്, പാലിയോ ഡയറ്റ്, എല്ലാ ഈ ഡയറ്റ്സ് ഒക്കെ എല്ലാവരും കംപ്ലീറ്റ്ലി ഫോളോ ചെയ്യണമെന്നില്ല. ഫോർ എ സ്പെസിഫിക് ഗോൾ അവർ പെട്ടെന്ന് വെയിറ്റ് റിഡക്ഷൻ അങ്ങനെ നോക്കണം. അതിനുശേഷം അത് മെയിൻറ്റെയിൻ ചെയ്യണം. അത് എപ്പോഴും ഒരു ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടേ പറ്റുള്ളൂ. റെഗുലർ ഹെൽത്തി ഫുഡ് ഇൻക്ലൂഡിങ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ലോട്ട്സ് ഓഫ് ഫൈബർ, ഇതെല്ലാം ഫുഡ് ഒരു ഭക്ഷണത്തിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ബാലൻസ്ഡ് ഡയറ്റ്. ജങ്ക് ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക. ജങ്ക് ഫുഡ്സ്, പ്രോസസ്ഡ് ഫുഡ്സ്, ഇതെല്ലാം ഇതിനകത്ത് പ്രിസർവേറ്റീവ്സ്, ഇതെല്ലാം എല്ലാ പ്രിസർവേറ്റീവ് കാർസിനോജനിക് അല്ല, ബട്ട് നോർമൽ നാച്ചുറൽ ഫുഡ്സിനെ കാട്ടി ഇതിനകത്ത് ഉള്ളത് നമുക്ക് ഹാനികരം തന്നെയാണ്. ഈ വയറിൽ എന്ത് സിംറ്റംസ് ഇപ്പം നമ്മളിപ്പോൾ ഒരു 2-3 ആഴ്ചയിൽ കൂടുതലായിട്ട് വരുന്ന ഇങ്ങനെ പെർസിസ്റ്റിംഗ് ആയിട്ടുള്ള സിംറ്റംസ് ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണിക്കണം അല്ലേ? ഇപ്പം അല്ലെങ്കിൽ ചിലർ ഇപ്പോൾ ഓവർ ദി കൗണ്ടർ ഇപ്പോൾ ഗ്യാസിന്റെ ഗുളിക കഴിക്കുന്നു. എല്ലാ ഗ്യാസിന്റെ ഗുളിക ഇപ്പോൾ ഓവർ ദ കൗണ്ടർ കിട്ടും. എന്തൊരു ഇതായിരുന്നാലും ഒന്ന് ഗ്യാസിന്റെ ഗുളിക, മോഷൻ ബോയിലിംഗ്, ഒരു കായത്തിന്റെ ഒരു ടാബ്ലറ്റ്, ഇതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ അടുത്ത് വരിക. അങ്ങനെ സ്വയം ചികിത്സ ചെയ്യാണ്ട് എന്തെങ്കിലും അങ്ങനെ ഇപ്പം എല്ലാ ആൾക്കാരും മോസ്റ്റ് എഡ്യൂക്കേറ്റഡ്, അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഡോക്ടറെ കാണാനുള്ള ഇമ്പോർട്ടൻസ് ഒക്കെ മനസ്സിലാവുന്നുണ്ട്. സ്വയം ചികിത്സ ഒത്തിരി ദിവസം ചെയ്യരുത്. ചെയ്യാണ്ട് എന്ത് സിംറ്റംസ് ഉണ്ടെങ്കിൽ അടുത്തുള്ള ഡോക്ടറെ സമീപിക്കുക, സിംറ്റംസ് പറയുക, അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. എനിക്ക് തോന്നുന്നത് ഈ GI റിലേറ്റഡ് ആയിട്ട് വയറിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ അതെല്ലാം ഗ്യാസും, ബ്ലീഡിങ് വന്നാൽ അതെല്ലാം മൂലക്കുരും അല്ലെങ്കിൽ ഹെമറോയിഡ്സ്. ഇത് ഭയങ്കര കോമൺ ആണ് നമ്മുടെ സൊസൈറ്റിയിൽ എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ എത്രയോ പേഷ്യൻസ് ഉണ്ട് ബ്ലീഡിങ് വന്നിട്ട് അത് മൂലക്കുരു അല്ലെങ്കിൽ ഹെമറോയിഡ്സ്, പൈൽസ് ആണെന്ന് വിചാരിക്കുകയും അവസാനം അത് ക്യാൻസറായി മാറുന്നത് വളരെ കോമൺ ആണ്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എല്ലാ GI സർജൻസ് എല്ലാവരും കൊളോണോസ്കോപ്പി, പൈൽസിന് നിർബന്ധമായിട്ടും ഹെമറോയിഡ്സ് അല്ലെങ്കിൽ പൈൽസ് സർജറിക്ക് മുമ്പ് ഒരു 40 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് പൈൽസിന് സർജറി ചെയ്യാൻ മുമ്പ് കൊളോണോസ്കോപ്പി ഇപ്പോൾ ഒരു റൂട്ടീനായി ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്തെങ്കിലും മുകളിൽ ഒബ്സ്ട്രക്ഷൻ ബ്ലോക്ക് കൊണ്ടാണോ ഇത് വന്നത് നമ്മൾ നോക്കണം. കാരണം അവർക്ക് ചിലപ്പോൾ പരിശോധിക്കുമ്പോൾ പൈൽസും കാണുമായിരിക്കും. മനസ്സിലായി, പൈൽസ് ഉണ്ടായതിൻ്റെ പേരിൽ മുകളിൽ ഉണ്ടാവണമെന്നില്ലാന്ന് ഉറപ്പില്ല നമുക്ക്. അപ്പോൾ ഇപ്പോൾ എല്ലാ GI സർജൻസും ഒരു 40-45 വയസ്സ് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർക്ക് പൈൽസിൻ്റെ സർജറി ചെയ്യുന്നതിന് മുമ്പ് ഒരു കൊളോണോസ്കോപ്പി ചെയ്തിട്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും പ്രശ്നങ്ങളില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ അവർ പൈൽസിൻ്റെ ഓപ്പറേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ സമ്മപ്പ് ചെയ്യുകയാണെങ്കിൽ സിംറ്റംസ് നേരത്തെ പ്രസൻറ്റ് ചെയ്യുന്ന പോലെ വിഴുങ്ങാൻ പറ്റാത്തത്, അന്നനാളത്തിൽ പ്രശ്നം, പിന്നെ തൂക്കം കുറഞ്ഞത്, ഭക്ഷണം ഇല്ല, വിശപ്പില്ലായ്മ, ആമാശയത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവും, മോഷനിൽ ബ്ലഡ്, മലതാത്തിൽ കൂടി ബ്ലഡ് പോകുന്നത്, രക്തസ്രാവം, കറുത്ത കളറായിട്ട് പോകുന്നത്, ഇങ്ങനത്തെ സിംറ്റംസ് ഒക്കെ വരികയാണെങ്കിൽ ഇതൊരു അലാമിങ് സിംറ്റംസ് ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്തുള്ള ഡോക്ടറെ സമീപിക്കുക, സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യുക. അതായത് അതിന് എന്തൊക്കെ ബുദ്ധിമുട്ടിനനുസരിച്ച് ഉള്ള സ്ക്രീനിങ് ടെസ്റ്റ് നമുക്ക് ചെയ്യാം. എല്ലാവർക്കും എല്ലാ ടെസ്റ്റും ചെയ്യാൻ പറ്റില്ല. മോഷനിൽ ബ്ലഡ് പോകുകയാണെങ്കിൽ നമ്മൾ കറുത്ത കളറായിട്ട് പോകണമെങ്കിൽ രണ്ടും നോക്കണം. ആമാശയത്തിൽ നിന്ന് വന്ന് താഴോട്ട് വരികയാണെങ്കിൽ കറുത്ത കളറായിട്ട് വരും, ഈ വൻകുടലിൻ്റെ മുകളിൽ നിന്ന് വരികയാണെങ്കിൽ കറുത്ത കളറായിട്ട് വരും. ഇറ്റ് ഡിപ്പെൻഡ്സ്.
അപ്പോൾ ഓരോ ഓർഗൻസിന് അതത് പ്രസൻറ്റിങ് സിംറ്റംസ് ഉണ്ട്, അതിനനുസരിച്ച് നമ്മൾ ട്രീറ്റ് ചെയ്യാം. 6 to 8 ഗ്ലാസ് ഓഫ് വാട്ടർ പെർ ഡേ കുടിക്കണം. അത്ര കുടിച്ചാൽ മതി. 6 മുതൽ 8 ഗ്ലാസ് വെള്ളം. 6 to 8 എന്ന് പറഞ്ഞാൽ 2 liters 2 to 3 liters ഓഫ് വാട്ടർ പെർ ഡേ വേണം. അല്ല, ചിലപ്പോഴും ഇങ്ങനെ ഇരുന്നിട്ടുള്ള ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ ഇപ്പോൾ എ സിയിൽ ഇരുന്ന് ജോലി ചെയ്യുന്നവരൊക്കെ ഇപ്പം നമുക്ക് പെട്ടെന്ന് ദാഹം വന്നോളന്നില്ല. എ സിയിൽ ഉള്ളവർക്കാണ് ഡീഹൈഡ്രേഷൻ കൂടുന്നത്. എന്നുവെച്ചാൽ പെർസ്പിറേഷൻ ഉണ്ടാവില്ല, സ്വെറ്റിംഗ് ഇല്ല, അപ്പോൾ ഡീഹൈഡ്രേഷൻ ആവും. ഡീഹൈഡ്രേഷൻ ആവുന്നത് നമ്മൾ അറിയില്ല. എ സിയിലുള്ളവർക്ക് നോക്കി മൗത്ത് ഡ്രൈ ആവും. അപ്പോൾ ഡീഹൈഡ്രേഷൻ എ സിയിലുള്ളവരാണ് കൂടുതലായിട്ട് വെള്ളം കുടിക്കേണ്ടത്. അപ്പോൾ സിംറ്റംസ് ഇല്ല. 2 മുതൽ 3 ലിറ്റർ വെള്ളം കുടിക്കണം. അത് ഇപ്പോൾ കിഡ്നിയുടെ ഇതിന് വേണ്ടിയിട്ടായാലും അല്ല ഗട്ട് കുടലിൻ്റെ ഇതിന് വേണ്ടിയിട്ടായാലും. ഏറ്റവും ഈ ബാത്റൂം യൂസ് ചെയ്യുന്ന കറക്റ്റ് വേ എന്ന് വെച്ചാൽ നമ്മളെ ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്ന പൊസിഷനാണ് ഏറ്റവും ബെസ്റ്റ് പൊസിഷൻ. യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആ കുടലിൻ്റെ ആംഗിൾ ഉണ്ടല്ലോ, ആംഗിൾ ഒന്ന് വളഞ്ഞായിരിക്കുന്നത്. അപ്പോൾ ഓരോ പ്രശ്നം നമ്മൾ സ്ട്രെയിൻ ചെയ്യണം. അത് തന്നെ പൈൽസ് ഉണ്ടാക്കാം. മോഷൻ കറക്റ്റായിട്ട് എഫക്റ്റീവായിട്ട് ഇവാക്യുവേറ്റ് പുറത്തോട്ട് വരില്ല. അതിന് ഏറ്റവും ഇപ്പോൾ എല്ലാവരും യൂറോപ്യൻ ക്ലോസറ്റാണ് യൂസ് ചെയ്യുന്നത് മോസ്റ്റ്ലി. അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് പറയുന്നത് യൂറോപ്യൻ ക്ലോസറ്റ് ഇരിക്കുമ്പോൾ ഒരു ചെറിയ സ്റ്റൂൾ വെച്ച് ഈ കാല് അവിടെ വെച്ച് കഴിഞ്ഞാൽ അത് ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്ന അതേ പൊസിഷനിൽ വരും. സോ ദാറ്റ് ആ മോഷൻ പോകുന്നത് ഫ്രീ ആവും. അതാണ് ഏറ്റവും ബെസ്റ്റ് പൊസിഷൻ. അല്ല, പണ്ട് പറഞ്ഞിരുന്നത് അങ്ങനെ ഇരുന്ന് ഇന്ത്യൻ പൊസിഷനിൽ ഇരുന്നില്ല എഴുന്നേക്കലും കാരണം മുട്ടിന് പ്രശ്നങ്ങൾ അതുകൊണ്ടാണ് വരുന്നത്. ഇപ്പം അത് നമ്മൾ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരുന്നിട്ട് സ്റ്റൂളിൽ കാല് വെക്കുമ്പോൾ ആ ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്ന അതേ പൊസിഷൻ നമുക്ക് എഫക്റ്റീവ് ആയിരിക്കും. നമ്മുടെ ഭക്ഷണ രീതികൾ, ജീവിതശൈലികൾ, നമ്മളിപ്പോൾ കഴിക്കുന്ന എല്ലാം പ്രോസസ്ഡ് ഫുഡാണ്, സ്മോക്ഡ് ഫുഡ്. ഈ അടുപ്പിൽ കല്ലിൽ ചാർക്കോളിലൊക്കെ വരുന്നത് ഏറ്റവും കൂടുതൽ അതിനകത്ത് നൈട്രോസമീൻസ് എന്ന് പറഞ്ഞ ഒരു കാർസിനോജനിക് ഇതുണ്ട്. അത് കൂടുതൽ കഴിക്കുന്നവർക്ക് എങ്ങനെ വരും, കൂടുതലും വരാറുണ്ട്. അതാണ് ഇപ്പോൾ ഏറ്റവും കോമൺ കാരണം. പിന്നെ ഡയറ്റ് ബാലൻസ്ഡ് ആയിട്ടില്ല, ഫൈബർ ഇല്ല. ഡയറ്റിനകത്ത് ഫൈബർ എപ്പോഴും വേണം. ഫൈബർ കുറഞ്ഞ് റെഡ് മീറ്റും പ്രോട്ടീൻ ഇതൊക്കെ കൂടുതൽ. ഫൈബർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഫൈബർ തരുന്നത്? ഇലക്കറികൾ ഫൈബർ തരുന്നത്. അതിനകത്ത് മോഷൻ, വാട്ടർ റീറ്റെയിനിങ് ഇത് ഇലക്കറി എന്ന് പറഞ്ഞാൽ എന്തല്ല? ചീരയാണോ? ചീര പറയാം. ഇലക്കറി, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, എല്ലാ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഫൈബർ ഉണ്ട് അതിനകത്ത്. ക്യാൻസർ പേഷ്യൻസിന് പലരും നമ്മൾ ഫുഡ് ഇപ്പം ചിലപ്പോൾ കീമോ എടുക്കുന്ന പേഷ്യൻസ് ആയിരിക്കും, ന്യൂട്രീഷണൽ സപ്പോർട്ട്. അപ്പോൾ അതിനകത്ത് ഒന്ന് നമ്മൾ മറ്റേ മൾട്ടി വിറ്റമിൻ ടാബ്ലറ്റ്സ് കൊടുക്കുന്നു, പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കാനായിട്ട് പറയുന്നു. അപ്പോൾ മേ ബി അവരുടെ അപ്പറ്റൈറ്റ് വെച്ചാൽ ഭക്ഷണം ടേസ്റ്റ് കുറഞ്ഞു, ഭക്ഷണം കഴിക്കൽ കുറഞ്ഞു, അപ്പോൾ വെയിറ്റ് കുറയാതിരിക്കാൻ പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കാൻ പറയുന്നു. ഇനിയിപ്പോൾ ചില ആൻറ്റി ഓക്സിഡൻറ്റ് സപ്ലിമെൻറ്റ്സ് അവൈലബിൾ ആണ്. ഇപ്പം ജിൻസിങ് സീഡോ അല്ലെങ്കിൽ ടർമറിക്, ഈ മഞ്ഞൾ പൊടിയിൽ നിന്ന് എടുക്കുന്ന കുർക്കുമിൻ എന്നുള്ള അതൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പം ഇതൊക്കെ ഇപ്പോൾ ഒരു നോർമലായിട്ടുള്ള ആളുടെ ഡയറ്റിൽ കഴിക്കണം. അതായത് ഡയറ്റിൽ തന്നെ അത് കിട്ടും. അല്ല, അപ്പം ഇങ്ങനെ ഇപ്പോൾ സ്പൈസി, ഇപ്പോൾ ചിലർ പറയില്ല ഇപ്പം എരിവ് അധികം കഴിക്കാൻ പാടില്ല. എരിവ് ഇൻ മോഡറേഷൻ എടുക്കാം. പക്ഷേ എരിവ് കൂടുതൽ കഴിക്കുന്നുണ്ടെങ്കിൽ അൾസർ വരുന്ന ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട്. അത് ശരിയാണോ? ശരിയാണെന്ന് വെച്ചാൽ അത് അങ്ങനെയല്ല. നമ്മളിപ്പോൾ അൾസർ എന്തുകൊണ്ടാണ് വരുന്നത്? നമ്മുടെ സ്റ്റൊമക്കിൽ എപ്പോഴും ഒരു ലെയർ ഉണ്ട്, ഒരു കോട്ടിംഗ് ലെയർ ഉണ്ട് ആ മ്യൂക്കോസയിൽ. അത് എപ്പോഴും ഈ നമ്മുടെ ആസിഡിനെ എതിർക്കാനുള്ള ശക്തിയുണ്ട്. ഈ ദഹനം, ഭക്ഷണം കഴിക്കുന്നത് ദഹിക്കാണ്ട് ആ ഭക്ഷണം അവിടെ കിടക്കുമ്പോൾ ആ ലെയർ അത് ബ്രീച്ച് ചെയ്യും, മാറും. അപ്പോഴാണ് ഇത് അൾസറായി മാറുന്നത്. ഇത് എപ്പോഴാണ് മാറുന്നത് വെച്ചാൽ നമ്മൾ കൂടുതൽ ഓയിലി ഫുഡ്സ് എടുക്കുമ്പോഴാണ്. നമ്മളിപ്പോൾ ഓയിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഭക്ഷണം ഡൈജസ്റ്റായി പോകുന്നതും ഓയിൽ ഉള്ള ഫുഡ് ഡൈജസ്റ്റായി പോകാൻ സമയം ഒത്തിരി പിടിക്കും. ഓയിൽ, ഞാൻ പറയുന്ന ഓയിൽ ഗീ അല്ല. എക്സാമ്പിൾ, അതുകൊണ്ടാണ് അങ്ങനെ ആകുമ്പോൾ ഈ റിഫ്ലക്സ് അസിഡിറ്റി വരാനുള്ള കാരണം കൂടുതലാണ്. നമ്മൾ എരിവുള്ളതും കൂടുതൽ മധുരമുള്ളതും കഴിച്ച് നോക്കുക. മധുരം കൂടുതൽ കഴിച്ചാലും നെഞ്ചരിച്ചിൽ വരും. എന്തുകൊണ്ടാണ്? അതിനകത്തുള്ള ഗീ, ആ ഓയിൽ കണ്ടന്റ് മോഡറേഷനിൽ എടുക്കുക. ഇപ്പോൾ വെറും മുളക് നമ്മൾ മാത്രം കഴിച്ചാൽ മുളക് കഴിക്കുമ്പോൾ ആ സമയത്ത് എരിയും. ആ മുളക് കഴിക്കുന്നതുകൊണ്ട് അൾസർ ഉണ്ടാവില്ല. അൾസർ ഉള്ളവർക്ക് മുളക് കഴിക്കുമ്പോൾ എരിയും, മുളക് കഴിക്കുന്നതുകൊണ്ട് അൾസർ ഉണ്ടാവില്ല. ഈ അൺഡൈജസ്റ്റഡ് ഫുഡ് ഭക്ഷണം നമ്മൾ ആമാശയത്തിൽ കിടക്കുമ്പോഴാണ് കൂടുതലായിട്ട് ഇത് വരുന്നത്. ഈ പെപ്റ്റിക് അൾസർ ഉണ്ടാകാൻ 90% റീസൺ ഒന്ന് H. pylori പറഞ്ഞ ബാക്ടീരിയയും 2 NSAID യൂസുമാണ്. NSAID എന്ന് പറഞ്ഞാൽ വേദന സംഹാരി അപ്പോൾ 90% ആൾക്കാർക്കും ഇതാണ് റീസൺ. പക്ഷേ അൾസറുള്ള ആൾക്കാർക്ക് ഈ സ്പൈസി ഫുഡ് കഴിക്കുമ്പോൾ അവർക്ക് സിംറ്റംസ് കൂടുന്നു. അൾസർ ഉള്ളവർക്ക് കൂടും. ഇത് കഴിക്കുന്നതുകൊണ്ട് അൾസർ വരണം എന്നില്ല. എന്നുവെച്ചാൽ ആ ഭാഗം, ആ ലെയർ, ആ കോട്ടിങ്, NSAID, പെയിൻ കില്ലറും ഇതൊക്കെ H. pylori ഇതെല്ലാം ആ കോട്ടിങ്ങിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇതൊക്കെ പെട്ടെന്ന് മ്യൂക്കോസൽ ആയിട്ടാണ് അൾസറായി മാറുന്നത്. അതാണ് ഈ എരിച്ചിലുണ്ട്. അപ്പോൾ അൾസർ ഉള്ളവർ കഴിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരും. ഇത് കഴിക്കുന്നതുകൊണ്ട് അൾസർ അങ്ങനെ വരില്ല. അത് തെറ്റിദ്ധാരണയാണ്. ഇപ്പം നമ്മുടെ ഡയറ്റ് പറയുമ്പോഴേ ഇപ്പം സ്പൈസി എന്ന് വെച്ചപ്പോൾ മുളക് മാത്രമല്ലല്ലോ, ഇപ്പോൾ ബാക്കി ഇപ്പോൾ പെപ്പർ അല്ലെങ്കിൽ ബാക്കിയുള്ള സ്പൈസസ്, കാർഡമം, അതിനൊക്കെ ഒരു പ്രൊട്ടക്റ്റീവ് എഫക്റ്റ്
ഉണ്ടോ? ഈവൻ ഇപ്പം ഞങ്ങളായാലും ഇതുപോലെ ഈ കുറുക്കുമിൻ എന്നുള്ള കണ്ടന്റ് ടർമറിക്കിലുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഉപയോഗം കൂടുതൽ ഉണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ ബേസിക്കലി ഇതിന് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഗ്രീൻ ടീക്ക് തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ആണല്ലോ അതിൻ്റെ ഒരു റീസൺ. അതിപ്പം ഒരു നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഒരു മഞ്ഞൾപ്പൊടി, അതിനകത്ത് മഞ്ഞൾ എത്രയുണ്ട്, അത് അതിനകത്ത് വേറെ അഡിക്റ്റീവ്സ് എത്രയുണ്ട് നമുക്ക് അതിന് ഏറ്റവും ബെസ്റ്റ് പിന്നെ നമ്മൾ സ്വന്തമായി പൊടിക്കുന്നതായിരിക്കും. ഇപ്പം അങ്ങനെ കുറേ ഷോപ്സ് ഉണ്ട് അല്ലേ, അവർ ഓൺ ദ സ്പോട്ട് നമുക്ക് സെലക്ട് ചെയ്ത് ആ സ്പൈസസ് പൊടിച്ച് തരുന്നത്. പണ്ട് ആൾക്കാർ അങ്ങനെ ചെയ്തിരുന്നേ. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ആയാലും ഈ സ്പൈസസ് മേടിച്ചിട്ട് അത് മില്ലിൽ കൊണ്ടുപോയിട്ട് പണ്ട് നമ്മൾ മേടിച്ച് അത് നമ്മുടെ കണ്ണുമുന്നെ പൊടിച്ചത് നമുക്ക് വിശ്വസിച്ച് കഴിക്കാം. ഇപ്പോൾ വരുന്നൊക്കെ എല്ലാം പ്രോസസ്ഡ് പൗഡേർഡ് ഫോർമാറ്റ് അല്ലേ. ക്യാൻസർ എന്ന് പറഞ്ഞ എല്ലാവർക്കും ഒരു അല്ല, ക്യാൻസർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ക്യാൻസർ എന്ന് വന്നു കഴിഞ്ഞാൽ തന്നെ അതൊരു എഫക്റ്റ് ചെയ്യും, ഇമോഷണലി എഫക്റ്റ് ചെയ്യും, മെൻ്റലി എഫക്റ്റ് ചെയ്യും, സൈക്കോളജിക്കലി എല്ലാം എഫക്റ്റ് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു പേഷ്യൻറ്റ് നമുക്ക് നേരത്തെ വന്നിരുന്നു. വേറെ എവിടെയോ എൻഡോസ്കോപ്പിയൊക്കെ ചെയ്ത് ഒരു അൾസർ ഉണ്ടായിരുന്നു. ബയോപ്സിയൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അൾസറാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാം ഗൂഗിൾ ഡോക്ടേഴ്സ് ഉണ്ടല്ലോ, അടുത്തെല്ലാം പറഞ്ഞത് ക്യാൻസർ ആക്കി. അവസാനം പേഷ്യൻ്റ് വെയിറ്റ് ലോസ് ഒക്കെ ആയിട്ട് വന്നു. എന്താ വെയിറ്റ് ലോസ് നമ്മളിപ്പോൾ ഇങ്ങനെ അൾസർ കണ്ടു എൻഡോസ്കോപ്പിയിൽ, വെയിറ്റ് ലോസ് ഒക്കെ വരുന്നു, ക്യാൻസർ ആണെന്നേ ഉദ്ദേശിക്കുള്ളൂ. പുള്ളി ഇമോഷണലി ഡൗൺ ആയി, ഒന്നും കഴിക്കുന്നില്ല, ഫുഡൊക്കെ ഇൻടേക്കൊക്കെ കുറഞ്ഞു. അവസാനം പിന്നെ ആരൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. അങ്ങനെ കൊണ്ടുവന്ന് പിന്നെ നമ്മൾ റിപ്പീറ്റ് എൻഡോസ്കോപ്പി നോക്കുമ്പോൾ അവിടെ അൾസറും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ എല്ലാ അൾസറും ക്യാൻസർ അല്ല, എല്ലാ സിംറ്റംസും നമ്മൾ ക്യാൻസറായി കരുതുകയും ചെയ്യരുത്. എന്ന് വെച്ചാൽ സിംറ്റംസ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ സമീപിക്കണം. അതാകുമ്പോൾ ഒരു കറക്റ്റ് ഡയഗ്നോസിസ് കിട്ടും. ചിലപ്പോൾ ക്യാൻസർ അല്ലാണ്ട് തന്നെ പോവാം. ഇങ്ങനത്തെ സിംറ്റംസ് ഇപ്പോൾ ആരോ എന്തോ പറഞ്ഞു, അതുകൊണ്ട് സ്വയം നമ്മൾ മാനസികമായിട്ട് എഫക്റ്റ് ചെയ്തിട്ട് ഒന്നും കഴിക്കാണ്ടിരുന്നത് കൊണ്ട് വെയിറ്റ് ലോസ് ആയി വന്ന പേഷ്യൻ്റ്. അത് അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് കേസായിരുന്നു. എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ പൂർണ്ണമായിട്ട് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒന്നുമില്ല, ഇങ്ങനെ സിംറ്റംസ് വന്നപ്പോൾ നമ്മൾ CT എടുത്തു. വെയിറ്റ് ലോസ് ഒക്കെ ആകുമ്പോൾ നോക്കണ്ട, ഈസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്.